ഹരേ കൃഷ്ണ. ക്വാലലംപൂർ ഭക്തസംഘത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ഈ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും വീണ്ടും രാമായണ മാസത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നിങ്ങൾ ജഗത് സാക്ഷി പ്രഭുവിൻ്റെ ക്ലാസ് കേട്ടു. അയോധ്യാകാന്ഡം, വളരെ മനോഹരമായിട്ടുള്ള അയോധ്യാകാന്ഡത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വിവരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് 3-ാമത്തെ കാണ്ഡത്തിലാണ്, ആരണ്യകാന്ഡം. അയോധ്യാകാന്ഡം എന്ന് പറയുന്നത് കുറച്ച് പെയിൻഫുൾ ആണ്. എന്നാലും ആരണ്യകാന്ഡത്തിലേക്ക് കടക്കുമ്പോൾ രാമചന്ദ്രമൂർത്തിയുടെ പുതിയ സ്വഭാവ വിശേഷങ്ങളും ഗുണങ്ങളും ഒക്കെ നമ്മൾ കാണും. അപ്പോൾ ആരണ്യകാന്ഡത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ശ്രീരാം ജയ രാം ജയ ജയ രാം, 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 ശ്രീരാം ജയ രാം ജയ ജയ രാം. ഹരേ കൃഷ്ണ. അയോധ്യാകാന്ഡം അവസാനിക്കുന്നത് എവിടെയാണ്? നമ്മൾ കണ്ടു, ഭരതൻ തൻ്റെ ത്യാഗനിർഭരമായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ട് അയോധ്യയിൽ രാമപാദുകങ്ങൾ രാജ്യം ഭരിക്കും, ഞാൻ അല്ലെങ്കിൽ ഭരതൻ കാവൽക്കാരനായിട്ട് രാമചന്ദ്രമൂർത്തി വനവാസം നടത്തുന്ന 14 വർഷവും നന്ദിഗ്രാം എന്ന സ്ഥലത്ത് അങ്ങയെ പ്രതീക്ഷിച്ച് കഴിയും എന്ന് പറഞ്ഞിട്ട് ഭരതനും രാമനും തമ്മിലുള്ള സംവാദമാണ്. അതിനുശേഷം ഒരു വേർപിരിയലാണ്. നീണ്ട 14 വർഷത്തേക്ക് പിന്നെ അയോധ്യയും ശ്രീരാമചന്ദ്രമൂർത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവര് ഇപ്പോൾ താമസിക്കുന്നത് ചിത്രകൂടത്തിലാണ്. അയോധ്യാകാന്ഡത്തിന്റെ അവസാനം അവരുടെ വനവാസം സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ എന്നാലും അവർ ചിത്രകൂടത്തിലാണ് താമസിക്കുന്നത്. പക്ഷെ ചിത്രകൂടത്തിൽ വെച്ചാണ് ഈ അയോധ്യയിലെ ജനങ്ങളും ഭരതനും എല്ലാം വന്ന് അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലം ഇനി വന്നിട്ട് ഓർമ്മകൾ ഉണർത്തുന്നതാണ്. മാത്രമല്ല ആ നഗരത്തിൽ നിന്നും ജനങ്ങൾക്ക് വന്നെത്താൻ പറ്റുന്ന സ്ഥലമാണ്, പരിചിതമായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പോകണം എന്ന് ഋഷിമാരോടൊപ്പം രാമചന്ദ്രമൂർത്തിയും തീരുമാനിച്ചു. അപ്പോൾ അടുത്തത് ദണ്ഡകാരണ്യം എന്ന് പറയുന്ന ആ ഒരു പ്രദേശമാണ്. അവിടെ നിന്നുമാണ് നമ്മൾ ആരണ്യകാന്ഡത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ആരണ്യകാന്ഡം വളരെയധികം മനോഹരമാണ്, പക്ഷേ ഏറ്റവും അവസാനം വേദനാജനകവുമാണ്. എങ്കിലും ആരണ്യകാന്ഡം എന്ന് പറയുന്നത് രാമചന്ദ്രമൂർത്തിയുടെ അല്ലെങ്കിൽ സീതാമാതാവിൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹം വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും അയോധ്യയിലെ ആ ഒരു ചുമതലകളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞ് അവർ രണ്ടുപേരുമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്നേഹമസൃണമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്, അതിനു വേണ്ടിയിട്ടാണല്ലോ ഒരു കാരണം അതാണ്. ലക്ഷ്മി ദേവിക്ക് പ്രൈവറ്റ് ആയിട്ട് ഭഗവാനോടൊപ്പം ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ആ രാമാവതാരം ഉണ്ടായത് തന്നെ എന്ന് നമ്മൾ ബാലകാണ്ഡത്തിൽ കേട്ടു. അപ്പൊ ഈ ഒരു ആരണ്യകാന്ഡം എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ നിറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ആചാര്യന്മാർ പറയുന്നത് വൃന്ദാവനത്തിലെ ശ്രീ രാധാകൃഷ്ണന്മാരുടെ പാസ് ടൈംസിനോട് ഉപമിക്കുന്നതാണ് രാമചന്ദ്രമൂർത്തിയും സീതാമാതാവും വന്നിട്ട് ആ അരണ്യത്തിൽ ചിലവഴിച്ച കാലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് പാസ് ടൈംസ് ഉണ്ട്. പക്ഷേ പോകെ പോകെ അരണ്യകാന്ഡത്തിന്റെ അവസാനം നമ്മൾ വേദനാജനകമായിട്ടുള്ള വേർപിരിയലിലും എത്തും. അപ്പോൾ ദണ്ഡകാരണ്യത്തിലാണ് അവർ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. ദണ്ഡകാരണ്യം എന്ന് പറയുന്നത് അവർ ഈ പോകുന്ന വഴിയെല്ലാം
അതായത് ചിത്രകൂടത്തിൽ നിന്നും ദണ്ഡകാരണ്യത്തിൽ അവർ ഏകദേശം 11 വർഷം ചിലവഴിക്കും. 11 വർഷത്തിന് ശേഷം അവസാനം വന്നിട്ട് പഞ്ചവടിയിലാണ് എത്തുന്നത്. അപ്പോൾ ഇത് ഒരു യാത്രയാണ്. രാമചന്ദ്രമൂർത്തി ഓരോരോ പ്രദേശത്തു കൂടിയും യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള ഋഷിമാരെ കാണും, അവരിൽ നിന്നും ജ്ഞാനം സ്വീകരിക്കും, അവിടെയുള്ള ആൾക്കാർക്ക് തൻ്റെ സേവനം നൽകും. അങ്ങനെ ഒരുപാട് ഭക്തന്മാരെ കാണും. ഇതെല്ലാമാണ് ആരണ്യകാണ്ഡത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ദണ്ഡകാരണ്യം എന്ന് പറയുന്ന ആ വനത്തിനും കഥയുണ്ട്. യഥാർത്ഥത്തിൽ രാമചന്ദ്രമൂർത്തിയുടെ കുലത്തിൽ തന്നെയുള്ള ഒരു രാജാവിന്റെ കഥയാണ് ദണ്ഡകാരണ്യത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. വികുക്ഷി, നിമി, ദണ്ഡൻ എന്നിങ്ങനെ ഇക്ഷ്വാകു വംശത്തില് ഒരു രാജാവുണ്ടായിരുന്നു, ദണ്ഡൻ. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ വികുക്ഷിയും നിമിയും. നിമിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദണ്ഡൻ പക്ഷേ സ്വഭാവദൂഷ്യം ഉള്ളതുകൊണ്ട് ഈ 2 സഹോദരന്മാരിൽ നിന്നും അകന്ന് മധുമന്ദം എന്ന് പറയുന്ന ഒരു പ്രദേശം, വിന്ധ്യപർവ്വതത്തില് മധുമന്ദം എന്നൊരു പ്രദേശത്തിലായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു ദിവസം ഈ ദണ്ഡൻ എന്ന് പറയുന്നത് രാജവംശത്തിലെ ഒരു ആളാണെങ്കിലും പക്ഷെ ഇദ്ദേഹത്തിന് ആരോടായിരുന്നു കൂട്ട്? അവിടുത്തെ ഈ വിന്ധ്യപർവ്വതത്തിൽ വന്നിട്ട് പർവ്വതത്തിലും കാട്ടിലുമൊക്കെ താമസിക്കുന്നത് കൊണ്ട് രാക്ഷസന്മാരോടായിരുന്നു കൂട്ട്. അതുകൊണ്ട് തന്നെ ആസുരിക സ്വഭാവം. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് പറയുന്നത് പോലെ സ്വഭാവ ഗുണം എന്ന് പറയുന്നത് ഒട്ടുമേ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ നിഷ്കാസിതനാക്കിയതും. പക്ഷേ അദ്ദേഹം അവിടെ ചെന്നിട്ടും ആ അസുരന്മാരോടൊപ്പം കൂടിയിട്ടും അദ്ദേഹത്തിന്റെ ആസുര സ്വഭാവം കാരണം അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടു. എന്താണ് സംഭവിച്ചത്? ഒരു ദിവസം ശുക്രാചാര്യരുടെ പുത്രി അരജയെ വന്നിട്ട് അവളുടെ സമ്മതമില്ലാതെ ദണ്ഡൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ശുക്രാചാര്യർ അസുരന്മാരുടെ ഗുരുവാണ്. യഥാർത്ഥത്തിൽ ദണ്ഡനും അതേ സ്ഥാനത്താണ്, ശിഷ്യന്റെ സ്ഥാനത്താണ്. പക്ഷെ എന്നിട്ടും മനുഷ്യനോ മൃഗമോ പോലും ചെയ്യാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് ദണ്ഡൻ ചെയ്തത് എന്ന് പറഞ്ഞ് ശുക്രാചാര്യർ ദണ്ഡനെ ശപിക്കുന്നു. അങ്ങനെയാണ് ശാപത്തിൽ നിന്നുണ്ടായ അരണ്യമാണ് ദണ്ഡകാരണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദണ്ഡകാരണ്യത്തിലേക്കാണ് അവർ ആദ്യം പോകുന്നത്. ദണ്ഡകാരണ്യം എന്ന് പറയുന്നത് വളരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു കാനനമാണ്. ഒരു സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്താൽ ഇനി ഒരുപാട് സ്ഥലങ്ങൾ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യം അവർ പർണശാല സ്ഥാപിക്കുന്നത്, ലക്ഷ്മണൻ വളരെ മാസ്റ്റർ ബിൽഡർ ആണ് ലക്ഷ്മണൻ. അവരുടെ പർണശാല സ്ഥാപിക്കുന്നത് എവിടെയാണ്? ദണ്ഡകാരണ്യത്തിലാണ്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് അവിടെ സെറ്റിൽ ചെയ്യുമ്പോൾ ആരണ്യത്തിൽ എന്തുണ്ട്? അയോധ്യയിൽ നിന്നും പോകുന്നതിന് മുന്നേ സീതാമാത പറഞ്ഞു അവിടെ പൂക്കളും പുഴകളും കാടുമൊക്കെ ഉണ്ട്, പിന്നെ മാനുണ്ട്, മയിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രാമചന്ദ്രമൂർത്തി പറയുന്നു അത് മാത്രമല്ല എന്തൊക്കെയുണ്ട്, പിന്നെയും ക്രോക്കഡൈൽസ് ഉണ്ട്, അസുരന്മാരുണ്ട്, രാക്ഷസന്മാരുണ്ട്, ഇവരെയും കൂടി ആലോചിക്കണമെന്ന് പറയും. അപ്പൊ ഇതേപോലെ ആദ്യമായി സീതാമാതാവിന് അങ്ങനെ ഒരു അനുഭവം വരുന്നത് അവിടെ വെച്ചാണ്. പൂക്കൾ പറിക്കാൻ വേണ്ടി ഒരു ദിവസം പോയപ്പോൾ വിരധൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ സീതാമാതാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഈ സഹോദരന്മാർ വന്നിട്ട് എന്ത് ചെയ്തു? സീതാമാതാവിനെ വിരധന്റെ 2 കൈയും ഛേദിച്ച് സീതാമാതാവിനെ രക്ഷിക്കുന്നു. അപ്പോൾ വിരധന് ഒരു പൂർവ്വകാലമുണ്ട്. ആരും അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ദിവസം രാക്ഷസനായി പിറക്കുന്നതല്ല. പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടു പോയ തുമ്പുരു എന്ന ഗന്ധർവനായിരുന്നു വിരധൻ. അപ്പോൾ ആ കുബേരൻ എന്ന് പറയുന്ന പ്രധാനിയായിട്ടുള്ള ദേവന്മാരുടെ ഖജനാവിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ദേവന്റെ പ്രധാന സഹായിയാണ് ഈ തുമ്പുരു. പക്ഷേ ഗന്ധർവനായതിനാലും ശരീരവും ശാരീരവും ഒരുപോലെ സുന്ദരമായതിനാലും രംഭ എന്ന അപ്സര സ്ത്രീയിൽ മയങ്ങി തൻ്റെ കർത്തവ്യം മറന്നുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് കുബേരൻ തന്നെയാണ് ശപിച്ചത് എന്നാണോ രാമചന്ദ്രമൂർത്തി ഇതിലെ കൂടെ വരുന്നത്? അപ്പോൾ നിന്റെ കരങ്ങൾ ഛേദിച്ചുകൊണ്ട് നിനക്ക് ശാപമോക്ഷം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ തുമ്പുരുവിനും ശാപമോക്ഷം ലഭിച്ചു. അതിന് പ്രത്യുപകാരമായിട്ട് തുമ്പുരു എന്ത് ചെയ്യുന്നു? ശരഭംഗ ഋഷിയുടെ ആശ്രമത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. അവരുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോകുന്നു. ശരഭംഗ ഋഷിയുടെ ആശ്രമം. അവിടെ ചെന്നപ്പോഴാണ് അത്ഭുതം. ശരഭംഗ ഋഷി എന്ന് പറഞ്ഞാൽ വളരെ തീവ്രമായിട്ടുള്ള കഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ച വ്യക്തിയാണ്. അവർ അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് വരെ അത്ഭുതമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. സഹസ്രാക്ഷൻ എന്ന് പറയുന്ന ഇന്ദ്രദേവൻ വന്നിട്ട് ഒരു സ്വർണ്ണ രഥം കൊണ്ട് ശരഭംഗ ഋഷിയെ ആ തപശ്ചര്യകൾക്കെല്ലാം അതിന് പ്രത്യുപകാരമായിട്ട് അദ്ദേഹത്തെ ഉടലോടെ എവിടേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്? സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. രാമചന്ദ്രമൂർത്തി ചെന്നപ്പോൾ മുഖം കൊടുക്കാതെ സഹസ്രാക്ഷൻ പോയി.
പക്ഷേ അകത്ത് ചെന്നപ്പോൾ ശരഭംഗ ഋഷിയെ കണ്ടപ്പോൾ രാമചന്ദ്രമൂർത്തി ചോദിച്ചു, ഇത് ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ശരഭംഗ ഋഷി ഉത്തരം പറഞ്ഞു, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്, പക്ഷെ ഞാൻ നോ പറഞ്ഞു. അതായത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത്ഭുതമായി, അതെന്താണ്? ശരഭംഗ ഋഷി പറഞ്ഞു, ഇത്രയും പുണ്യത്തിൻ്റെ എല്ലാം പ്രതിഫലമായിട്ട് എനിക്ക് വീണ്ടും താൽക്കാലികമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് സ്വർഗം. താൽക്കാലികമാണ് എന്ന് മഹർഷിക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്കതിൽ താല്പര്യമില്ല. എനിക്ക് എവിടേക്കാണ് പോകേണ്ടത്? പെർമനന്റ് സ്ഥലത്തേക്കാണ് പോകേണ്ടത്, ആധ്യാത്മിക ലോകത്തിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചയച്ചു. അങ്ങയെ കാത്താണ് ഞാൻ ഇരിക്കുന്നത്, അങ്ങയുടെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മഹർഷി പറയുകയാണ്, എൻ്റെ ഇത്രയും നാളത്തെ ഈ പുണ്യത്തിൻ്റെ ഫലമെല്ലാം രാമ ഞാൻ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന്. പക്ഷേ ആ മഹർഷിയുടെ ഹൃദയത്തിലെ ഒരു ചെറിയ പ്രൈഡ് അല്ലെങ്കിൽ ഒരു അഹംഭാവം ആര് കണ്ടുപിടിച്ചു? ഭഗവാൻ കണ്ടുപിടിച്ചു. ഭഗവാൻ പറഞ്ഞു, ക്ഷത്രിയനായ എനിക്ക് ബ്രാഹ്മണനായ ഒരാളിൽ നിന്നും ചാരിറ്റി സ്വീകരിക്കാൻ പറ്റില്ല, ദാനം സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരഭംഗ ഋഷിക്ക് മനസ്സിലായി, ഭഗവാന് നമ്മുടെ കയ്യിൽ നിന്നും ഭൗതികമായിട്ടുള്ള ഒന്നുമല്ല വേണ്ടത്, നമ്മുടെ പുണ്യമോ ഒന്നും അല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? രാമചന്ദ്രമൂർത്തി പറയുകയാണ്, എനിക്ക് അങ്ങയിൽ നിന്നും ഒന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല, അത് വേണ്ട എന്ന് തിരസ്കരിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ ശരഭംഗ ഋഷിയുടെ പ്രൈഡിനെ അവിടെ കളയുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു പ്രൈഡ്, അദ്ദേഹം വളരെ പുണ്യാത്മാവാണ്, എന്നാലും പക്ഷെ ഒരു ചെറിയ പ്രൈഡ്. എന്നിട്ട് എവിടെയാണ് എനിക്ക് അടുത്ത വസിക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ ഉപദേശം തേടാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ശരഭംഗ ഋഷിക്ക് മനസ്സിലാകുന്നത്, നമ്മളുടെ ഹൃദയത്തിൽ താമസിക്കാനുള്ള സ്ഥലം മാത്രമേ ഭഗവാൻ ആവശ്യമുള്ളൂ. പുണ്യവും പാപവും അതിൻ്റെ നൂലാമാലകളും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഭഗവാൻ കാക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ശരഭംഗ ഋഷിക്ക് മനസ്സിലായി. ശരഭംഗ ഋഷി അവരെ സുതീക്ഷ്ണൻ എന്ന് പറയുന്ന മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവസാനം രാമന്റെ കൺമുന്നിൽ വെച്ച് സ്വന്തം ശരീരം ചാമ്പലാക്കിക്കൊണ്ട് അദ്ദേഹം ആത്മീയ ലോകം പോകുകയുണ്ടായി. ശരഭംഗ ഋഷി എന്ന് പറയുന്നത് ഇമാസിയേറ്റഡ് ആയിട്ട് വളരെ മെലിഞ്ഞ അത്രയും കഠിന തപശ്ചര്യ ചെയ്തതാണ്. അപ്പോൾ അവസാന നിമിഷം അദ്ദേഹം രാമനെയും കണ്ടു, ആ ചെറിയൊരു പ്രൈഡും ഇല്ലാണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സദ്ഗതി, അതായത് ഇനിയും പുനർജന്മം ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് പോകാനും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ ലഭിച്ചു. അങ്ങനെ ഒരു വരവും ലഭിച്ചു. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് എവിടെയാണ്? രാമചന്ദ്രമൂർത്തിയോടൊപ്പം സുതീക്ഷ്ണ മഹർഷിയുടെ ആശ്രമം. അവിടെ രാമചന്ദ്രമൂർത്തി ആ ദണ്ഡകാരണ്യത്തിൽ സുതീക്ഷ്ണ ഋഷിയും മറ്റ് ഋഷിമാരും വന്നിട്ട് ദണ്ഡകാരണ്യത്തിൽ ഒരുപാട് മഹർഷിമാർ തപസ് ചെയ്യുന്നുണ്ട്. അവിടെ ആക്ച്വലി ദണ്ഡകാരണ്യം എന്ന് പറയുന്നത് അസുരന്മാരുടെയും വാസസ്ഥാനമാണ്, ഋഷിമാരുടെയും വാസസ്ഥാനമാണ്. ഇത് ഒരു ഗൗതമ ഋഷിയുടെ ഒരു ശാപത്തിന്റെ ഫലമായിട്ടാണ് ഈ ഋഷിമാർക്കെല്ലാം. ഗൗതമ ഋഷിയുടെ പശുവിനെ വന്നിട്ട് മോഷ്ടിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അതിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് ബാക്കിയുള്ള മഹർഷിമാർക്കെല്ലാം അവിടെ അസുരന്മാരോടൊപ്പം ഒരുമിച്ച് താമസിക്കേണ്ടി വന്നു. അവർ കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ ചെയ്യും. ചിലർ വെള്ളത്തിലിരുന്ന് തപസ് ചെയ്യും, ചിലർ തലകുത്തി നിന്ന് തപസ് ചെയ്യും, ചിലർ ഭക്ഷണം കഴിക്കാതെ, ചിലർ വല്ലപ്പോഴും മാത്രം വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരെ വന്നിട്ട് രാമചന്ദ്രമൂർത്തി അവിടെ എല്ലാം കണ്ടു. രാമനെ കാത്താണ് അവരെല്ലാം ഇരുന്നത്. കാരണം ഈ വനത്തിലെ അസുരന്മാരുടെ ശല്യം കാരണം അവർക്ക് അവരുടെ ജീവനെ രക്ഷിക്കുന്നതാണോ അതോ തപശ്ചര്യയാണോ മുഖ്യം എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ അവര് എന്ത് ചെയ്യുന്നു? രാമനെ കാത്തിരിക്കുമ്പോഴാണ് രാമചന്ദ്രമൂർത്തി അവരുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ അവർ രാമചന്ദ്രമൂർത്തിയെ യഥാവിധം വന്നിട്ട് സൽക്കരിച്ചു, എല്ലാം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ആശ്രമമെല്ലാം ചുറ്റി നടന്ന് കാണുമ്പോൾ രാമചന്ദ്രമൂർത്തി ആശ്രമത്തിന്റെ ഒരു മൂലയ്ക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം കണ്ടു. ആ ആശ്രമത്തിന് യോജിക്കാത്ത ഒരു കാര്യം എന്താണ്? അവിടെ അനേകം അസ്ഥികൂടങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അത്ഭുതമായി. അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ്? ആശ്രമത്തിന് നിരക്കാത്ത തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണല്ലോ ഇത്. ഈ അസ്ഥികൂടങ്ങളുടെ കഥ എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത്, അല്ലയോ രാമ, ഇതാണ് ഈ ആശ്രമത്തിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അങ്ങീ കാണുന്ന ഓസ്റ്ററിറ്റിയും തപശ്ചര്യയും ഒക്കെ ഞങ്ങൾ ചെയ്യുന്നതിന് പിന്നിൽ അനേകം ആൾക്കാരുടെ ബലിയുണ്ട്. എന്താണ്? അസുരന്മാർ അവരെ അതിനുവേണ്ടി
എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. അവിടെ ആകമാനം എത്ര നിഷ്കളങ്കരായിട്ടുള്ള ഋഷിമാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, എത്ര പേരുടെ അംഗഭംഗം വന്നിരിക്കുന്നു. ഇപ്പോഴും ആ തരത്തിലുള്ള ആൾക്കാർ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. രാമചന്ദ്രമൂർത്തിക്ക് ഇത് കണ്ടപ്പോൾ സ്വതവേ കാരുണ്യവാനായിട്ടുള്ള അദ്ദേഹം ഈ സാധുക്കളുടെ എന്താണ് പറയുന്നത്, പരിത്രാണായ സാധൂനാം എന്നാണ്. അപ്പോൾ ഈ സാധുക്കളുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഹൃദയത്തിന് അദ്ദേഹം വളരെയധികം വ്യസനം തോന്നിയിട്ട് അവരെല്ലാം രാമചന്ദ്രമൂർത്തിയോട് അപേക്ഷിക്കുകയാണ്, അങ്ങ് ഞങ്ങളുടെ ഒരേ ഒരു ആശ്രയമാണ് എന്ന്. അപ്പൊ രാമചന്ദ്രമൂർത്തി പറഞ്ഞു, നിങ്ങൾ എന്നോട് എന്താണ് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളുടെ സേവകനാണ്. തന്റെ കോദണ്ഡം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. എന്താണ് പ്രതിജ്ഞ ചെയ്യുന്നത്? അസുരകുലത്തിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുമെന്ന്. അത് കേട്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ ഒരാൾ മാത്രം ചിന്തിച്ചു. ആരാണ്? സീതാമാതാവ് മാത്രം ചിന്തിച്ചു, ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത്? അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു സീതാമാതാവ്. അങ്ങനെ അവർ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഒരു സ്വകാര്യ നിമിഷത്തില് ഈ ചോദ്യം സീതാമാതാവ് ചോദിക്കുകയും ചെയ്തു. സീതാമാതാവ് ചോദിക്കുകയാണ്, ഒരു രാജാവ് യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ക്ഷത്രിയൻ യുദ്ധം ചെയ്യുന്നത് ചില പ്രത്യേക സർക്കംസ്റ്റൻസിലാണ്. അതായത് ശത്രുവായിട്ടുള്ള ഒരു രാജാവ്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഗ്രസർ, പ്രജാസംരക്ഷണം, ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം സീതാമാതാവ് രാമചന്ദ്രമൂർത്തിയോട് ചോദിക്കുകയാണ്, ഈ അസുരന്മാർ ഈ വനത്തിൽ അങ്ങേക്ക് മുൻപരിചയമില്ല. ആ അസുരന്മാർ അങ്ങേക്കോ അങ്ങയുടെ ബന്ധുമിത്രാദികൾക്കോ ഒരു അപകടവും ചെയ്തിട്ടില്ല. പിന്നെ തന്നെയുമല്ല, അയോധ്യയിൽ നിന്നും വനചാരിയുടെ വേഷം ധരിച്ച് അങ്ങ് ഈ വനത്തിലേക്ക് വന്നത് വാനപ്രസ്ഥം സ്വീകരിച്ചെന്ന് പറഞ്ഞില്ല, വനചാരിയായിട്ട് വന്നത് തപസ്വിയാകാൻ, ഓസ്റ്റെറിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഈ ഓസ്റ്റെറിറ്റി ചെയ്യുന്ന ആൾക്കാർ സ്വയം എന്ത് ചെയ്യുകയില്ല, ആയുധം ഉയർത്തുകയില്ല. അവർ ഈ മുഴുവൻ പ്രപഞ്ചത്തിനെയും നിയന്ത്രിക്കുന്ന ആ ശക്തിക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് യുദ്ധക്കൊതിയനായിട്ടുള്ള ഒരു ക്ഷത്രിയനെ പോലെ എന്തിനാണ് പെരുമാറുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് രാമചന്ദ്രമൂർത്തി പറയുന്നത്, എന്നെ അയോധ്യയിൽ നിന്നും വനചാരിയുടെ വേഷം തന്ന് വിട്ടിരിക്കുന്നത് തപസ്വിയാകാൻ വേണ്ടിയിട്ടല്ല. ക്ഷത്രിയ ധർമ്മം എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് കാനനമോ രാജ്യമോ നഗരമോ എന്തോ ആകട്ടെ, ധൈര്യവും കാര്യക്ഷമതയും ക്ഷത്രിയൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. വനവാസം സ്വീകരിച്ചു, പക്ഷേ ക്ഷത്രിയ ധർമ്മം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ എന്നോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഭരതനാണ് അയോധ്യയിലെ രാജാവ്. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ അയോധ്യയുടെ ഈ പരിധിക്കുള്ളിൽ വരുന്ന ഈ വനവും എല്ലാം ഭരതന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ഭരതന്റെ കണ്ണെത്താത്തിടത്ത് ആ പ്രജാ സംരക്ഷണം അവന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഈ സമയത്ത് ആ ധർമ്മം നിർവഹിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ സേവനമാണ്, എൻ്റെ പ്രതിജ്ഞ ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് പറഞ്ഞു. സീതാമാതാവിന് പിന്നെ ഒന്നും ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം മറന്നിട്ടില്ല. അങ്ങനെ അവർ വീണ്ടും ആ യാത്ര തുടരുന്നു. സുതീഷ്ണ മുനി എന്നിട്ട് വളരെ അത്ഭുതകരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗുരുനാഥനെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അഗസ്ത്യ മുനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഗുരുനാഥനെ കുറിച്ച് സുതീക്ഷ്ണ ഋഷി പറയാൻ തുടങ്ങുന്നത് രാമായണത്തിൽ അരണ്യകാണ്ഡത്തിൽ ഒരു പകുതി ഭാഗത്തോളം ആ മഹാനായ ഋഷിയുടെ നമ്മുടെ ഒരു ഭൂപ്രദേശവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നാമവുമാണ് അഗസ്ത്യ ഋഷിയുടേത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേരളത്തിൽ അഗസ്ത്യാർകൂടം എന്ന് പറയുന്ന പർവ്വതനിരകളൊക്കെ ഉണ്ട്. അപ്പോൾ അഗസ്ത്യ ഋഷിയെ കുറിച്ചാണ് പറയുന്നത്. ആ ഋഷിയെ കാണാനാണ് പോകുന്നത്. പക്ഷേ ആ പോകുന്ന വഴിയിൽ രാമചന്ദ്രമൂർത്തി ഇതെല്ലാം കേൾക്കുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? വസിഷ്ഠ മുനിയുടെ സഹോദരനാണ്. വസിഷ്ഠ മുനിയും അഗസ്ത്യ ഋഷിയും ഉർവശിയുടെ മക്കളാണ്. യഥാർത്ഥത്തിൽ ഉർവശിയുടെ ഗർഭപാത്രത്തിൽ നിന്നല്ല വരുന്നത്, ഉർവശിയുടെ മക്കളാണ്. പക്ഷേ ഒരു കുടത്തിനകത്താണ് അവർ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവരെ അഗസ്ത്യ ഋഷിയും വസിഷ്ഠ മുനിയും വന്നിട്ട് ഇവർ രണ്ടുപേരും ഉർവശിയുടെ മക്കളാണ്. അഗസ്ത്യ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ പർവ്വതങ്ങളെ കീഴടക്കിയവൻ എന്നാണ്. അഗസ്ത്യ ഋഷിയുടെ കഥ പറയുകയാണെങ്കിൽ പിതൃക്കൾക്കായിട്ട് തൻ്റെ തപശ്ചര്യ പോലും ഉപേക്ഷിച്ച് വിവാഹിതനായിട്ട് പുത്രനെയും ഉൽപ്പാദിപ്പിച്ച് തൻ്റെ ധർമ്മം ചെയ്തവനാണ്. അത്രയ്ക്കും മഹാനായിട്ടുള്ള വ്യക്തിയാണ്.
ആ വിവാഹത്തിന് ഒരു കഥയുണ്ട്. അദ്ദേഹം തന്നെയാണ് ആ വിവാഹിതയാകാൻ പോകുന്ന, അതായത് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയെ സൃഷ്ടിച്ചത് തന്നെ, തൻ്റെ തപശ്ചര്യ കൊണ്ട് സൃഷ്ടിച്ചത് തന്നെ. എന്നിട്ട് ആ പെൺകുട്ടി ലോപമുദ്രേനെ ഒരു രാജാവിന് വളർത്തുമകളായി നൽകി. വിവാഹപ്രായം എത്തിയപ്പോൾ അവളെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷേ വിവാഹത്തിന് മുമ്പ് ലോപമുദ്ര ഒരു കണ്ടീഷൻ വെച്ചു, എനിക്ക് അളവറ്റ ധനം സമ്പാദിച്ച് കൊണ്ടുവരണമെന്ന്. അതിനു വേണ്ടിയിട്ട് ഈ അഗസ്ത്യമുനി വളരെ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്തു. നിങ്ങൾ വാതാപി, ഇല്വലൻ എന്ന 2 അസുരന്മാരുടെ കഥ അവിടെ കേൾക്കും. ഈ വാതാപി, ഇല്വലന്മാരെ വന്നിട്ട് അഗസ്ത്യമുനി വളരെ ബുദ്ധിപരമായിട്ട് തൻ്റെ തപശക്തി കൊണ്ട് ഇല്ലാതാക്കി. ധർമ്മത്തിൽ കൂടി അധർമ്മത്തിൽ കൂടി അവര് നേടിയ ആ ധനം എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ടായിരുന്നു. ലോപമുദ്രയ്ക്ക് സന്തോഷമായി ലോപമുദ്ര അഗസ്ത്യമുനിക്ക് ത്രതസ്യു എന്ന് പറയുന്ന ഒരു പുത്രനെയും നൽകി. അങ്ങനെ അവരുടെ പിതൃക്കന്മാരുടെ ആ ശാപം വന്നിട്ട് അഗസ്ത്യമുനി മാറ്റുകയും ചെയ്തു. വീണ്ടും അവർ യാത്ര ചെയ്തു. അഗസ്ത്യമുനിയുടെ കമണ്ഡലുവിൽ നിന്നാണ് കാവേരി നദി ഉണ്ടാകുന്നത്, സൗത്ത് ഇന്ത്യയിൽ ഒഴുകുന്ന കാവേരി നദി. വീണ്ടും വിന്ധ്യപർവ്വതത്തെ വന്നിട്ട് അനായാസമായി കീഴടക്കുന്നു. ഹിമവാനേക്കാൾ ഉയരത്തിൽ വളരണം എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന വിന്ധ്യപർവ്വതത്തെ ഇതിലൂടെ പോകാൻ വഴി നൽകുമോ എന്ന് പറഞ്ഞിട്ട് അഗസ്ത്യമുനി വളരെ കൗശലത്തിൽ വന്നിട്ട് അതിന്റെ വളർച്ച എന്ത് ചെയ്തു, തൽക്കാലം നിർത്തിക്കളഞ്ഞു. വിന്ധ്യപർവ്വതത്തെ കീഴടക്കിയവൻ, അഗസ്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ പർവ്വതത്തെ കീഴടക്കിയവൻ എന്നാണ്. വീണ്ടും ഒരു വലിയ സമുദ്രത്തെ വലിച്ചു കുടിച്ച് വറ്റിച്ചു കളഞ്ഞു. അസുര നിഗ്രഹത്തിനായിട്ട് കാത്തിരുന്ന ദേവന്മാർക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ വലിയ സമുദ്രത്തിൽ ഒളിച്ചിരുന്ന അസുരന്മാരെ കാണിച്ചു കൊടുക്കാൻ ആ സമുദ്രം തന്നെ കുടിച്ച് വറ്റിച്ചു കളഞ്ഞ ആളാണ് അഗസ്ത്യ ഋഷി. പിന്നെയും ഉണ്ട്, കിഷ്കിന്ധാകാണ്ഡത്തിൽ രാമചന്ദ്രമൂർത്തി ഒരു 7 സാലവൃക്ഷങ്ങളുടെ കാര്യം പറയും. ആ സാലവൃക്ഷങ്ങൾ ഒരു രാജാവിൻ്റെ 7 മക്കളാണ്. അവർ അഗസ്ത്യമുനിയെ വന്നിട്ട് ഒരു പരീക്ഷണത്തിന് വിനിയോഗിച്ചതുകൊണ്ട് അഗസ്ത്യമുനി അവരെ ശപിച്ച് 7 സാലവൃക്ഷങ്ങളാക്കിയതാണ്. ഇതെല്ലാം അവർ പോകുന്ന വഴി കണ്ടു. പോകുന്ന വഴി വന്നിട്ട് സുതീക്ഷ്ണ മുനി ഇവർക്ക് പറഞ്ഞു തന്നു. കിഷ്കിന്ധാകാണ്ഡത്തിൽ വരാൻ പോകുന്ന കാര്യവും എന്ത് പറഞ്ഞു, സുതീക്ഷ്ണ മഹർഷി ഇവരോട് പറഞ്ഞു കൊടുത്തു. ആ സാലവൃക്ഷങ്ങൾ അങ്ങേയും കാത്ത് അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള അഗസ്ത്യമുനിയുടെ ചരിതമെല്ലാം കഴിഞ്ഞിട്ട് അഗസ്ത്യ ഋഷിയെ കാണാൻ രാമചന്ദ്രമൂർത്തി എത്തിയപ്പോൾ അഗസ്ത്യ ഋഷി അദ്ദേഹത്തെ സ്വീകരിച്ചു. വളരെയധികം സന്തോഷത്തോടു കൂടി അദ്ദേഹം ഒരു അപ്രതീക്ഷിത സമ്മാനവും നൽകി. അതും നമ്മൾക്ക് പുതിയൊരു അറിവായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചെന്തമിഴ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ആ ദ്രാവിഡ ഭാഷ അഗസ്ത്യമുനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ ഒരു ദക്ഷിണ ദേശത്ത് ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭാഷ വേണം. അതിനു വേണ്ടിയിട്ട് അഗസ്ത്യമുനിയാണ് ആ തമിഴ് എന്ന് പറയുന്ന ആ ഭാഷ സൃഷ്ടിച്ചത് തന്നെ. ഒരു താലിയോളയിൽ ആ ഭാഷയെല്ലാം വന്നിട്ട് എഴുതി അദ്ദേഹം രാമന് സമർപ്പിച്ചു. അങ്ങനെ അദ്ദേഹം വന്നിട്ട് അഗസ്ത്യമുനിയെ കാണുമ്പോൾ അഗസ്ത്യമുനി അവരോട് പറയുന്നു പഞ്ചവടി. ഏകദേശം 11 വർഷം എന്തോ കഴിഞ്ഞു അവർ ഈ യാത്രയെല്ലാം തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു യാത്രയുടെ അവസാനം വന്നിട്ട് അവർ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു സ്ഥലത്ത് ഏറ്റവും അവസാനത്തെ 3 വർഷങ്ങളാണ്. യാത്രയെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് ഈ 3 വർഷങ്ങൾ ചെലവിടേണ്ടത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ പഞ്ചവടി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് എന്ത് ചെയ്യുക, അവർ ചെലവിടേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ അഗസ്ത്യമുനിയോട് യാത്ര പറഞ്ഞ് രാമലക്ഷ്മണന്മാരും സീതാമാതാവും പഞ്ചവടിയിലേക്കുള്ള യാത്രയിൽ പോകുന്ന വഴി അദ്ദേഹം ആരെ കണ്ടുമുട്ടുന്നു, ജടായു, അരുണന്റെ പുത്രനായ ജടായു. അവിടെ വന്നിട്ട് ഒരു എന്താണ് അസാധാരണമായിട്ട് സ്വന്തം അച്ഛനെ കാണാൻ പോകുമ്പോൾ ഈ 2 പുത്രന്മാരും ജടായുവും സമ്പാദിയും പോകുന്ന വഴിയിൽ സൂര്യന്റെ ഒരു കിരണമേറ്റ് ജടായുവിന്റെ ദേഹം മുഴുവൻ സമ്പാദിയുടെ ദേഹം മുഴുവൻ കരിഞ്ഞ് സമ്പാദി ദക്ഷിണ സമുദ്രത്തിന്റെ തീരത്ത് വീഴുകയും ജടായു വന്നിട്ട് ജനസ്ഥാനം എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ചവടി ഉൾപ്പെടുന്ന പ്രദേശത്ത് വീഴുകയും ചെയ്യുന്നു. ജടായുവിന് ആ ഒരു സംഭവം എന്ന് പറയുന്നത് മനസ്സിന് ഭയങ്കര മുറിവേറ്റു. സ്വന്തം സഹോദരനെ കൂടി താൻ അപകടപ്പെടുത്തി എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള സാഹസിക കൃത്യങ്ങളൊന്നും ഇനി ചെയ്യാൻ പോവുകയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ വന്നിട്ട് ഈ പഞ്ചവടിയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ജനസ്ഥാനത്തിന്റെ സംരക്ഷകനായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ജടായു അവിടെ തന്നെ, പിന്നെ അദ്ദേഹം പറന്നിട്ടില്ല. അപ്പോൾ ജടായുവിനെ കണ്ടു.
ജടായുവിനോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി ദശരഥ മഹാരാജാവ് മരണപ്പെട്ട വാർത്തയൊക്കെ പറഞ്ഞപ്പോൾ ജടായു വളരെയധികം സങ്കടപ്പെട്ടു. അങ്ങനെ പഞ്ചവടിയിൽ അവസാനത്തെ 3 വർഷം താമസിക്കാൻ വേണ്ടി തീരുമാനിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെള്ളത്തിനോ ഫലമൂലാദികൾക്കോ കിഴങ്ങുവർഗ്ഗങ്ങൾക്കോ പൂക്കൾക്കോ ഒന്നും ഒരു കുറവില്ലാത്ത ഒരു സ്ഥലത്ത് ലക്ഷ്മണൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു പർണശാല നിർമ്മിച്ചു കൊടുത്തു. ഓരോരുത്തർ രാമനും സീതയ്ക്കും അതിഥി സൽക്കാരത്തിനും സ്വകാര്യമായിട്ടുള്ള സംഭാഷണങ്ങൾക്കും എല്ലാത്തിനും യജ്ഞത്തിനും എല്ലാത്തിനുമുള്ള സ്ഥലമുണ്ടായിരുന്നു. പക്ഷെ ലക്ഷ്മണന് മാത്രം അവിടെ ഒരു മുറി ഉണ്ടായിരുന്നില്ല. രാമചന്ദ്രമൂർത്തിക്ക് അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. ഒരു സേവകന്റെ ധർമ്മം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ലക്ഷ്മണനെ നോക്കി പഠിക്കണമെന്ന് പറഞ്ഞു. ആ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് ഒരുപാട് ലീലകൾ വർണ്ണിക്കുന്നുണ്ട്. നമ്മളുടെ ഡിസ്കഷന്റെ സ്കോപ്പിനും അപ്പുറത്താണ് ഈ ഒരു ലീലകൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വൃന്ദാവനത്തിലെ രാധാകൃഷ്ണന്മാര് ലീലകൾ ആടിയതുപോലെ ഭഗവാനും രാമചന്ദ്രമൂർത്തിയും സീതാമാതാവും കൂടെ അവിടെ പരസ്പരം സ്നേഹിച്ചും ഒരുപാട്, കാരണം ആ ലീലകൾ എന്ന് പറയുന്നത് വൃന്ദാവന ലീലകളോട് ഊമിക്കേണ്ടതാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരാളുടെ ആ സന്തോഷകരമായിട്ടുള്ള ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരാളുടെ പ്രത്യക്ഷം ആകുന്ന ആ ഒരാളുടെ പ്രവൃത്തി കൊണ്ട് കലുഷിതമായി തീരുന്ന ഒരു സമയമുണ്ടായി. അവളാണ് നീണ്ട നഖമുള്ള ഒരു സുന്ദരി, ശൂർപ്പ നഖ എന്ന് പറയും. ആരാണ് രാമചന്ദ്രമൂർത്തിയെ, ലക്ഷ്മണനെയും സീതമ്മയുടെയും ജീവിതത്തിലേക്ക് ഒരു കറുത്ത കാർമേഘം പോലെ വന്നെത്തിയ ശൂർപ്പണഖ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം രാവണന്റെ സഹോദരിയാണ്. യഥേഷ്ടം സഞ്ചരിക്കാം, ഇച്ഛാരൂപം ധരിക്കാം, സ്വതന്ത്രയാണ്, ഭർത്താവ് മരിച്ചുപോയി, അനുരൂപനായിട്ടുള്ള വരനെ തിരക്കി നടക്കുകയാണ് ശൂർപ്പണഖ. ജനസ്ഥാനത്തിന്റെ അധിപതിയാക്കി വെച്ചേക്കുവാണ് അവളെ രാവണൻ. അപ്പോഴാണ് കാണുന്നത് വളരെ മനോഹരനായിട്ടുള്ള ഒരു വ്യക്തി രാമചന്ദ്രമൂർത്തിയെ കണ്ടപ്പോൾ തന്നെ ശൂർപ്പണഖയ്ക്ക് എന്ത് ചെയ്യുകയാണ്, അനുരക്തിയായി മാറുകയാണ്. കാമമാണ് തോന്നുന്നത്. കാമം വന്നിട്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് രാമചന്ദ്രമൂർത്തിയെ വന്നിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ രാമചന്ദ്രമൂർത്തി പറയുന്നു ലക്ഷ്മണന്റെ അടുത്ത് ചെല്ലാൻ. അപ്പോഴേക്കും ശൂർപ്പണഖയുടെ കാമം വന്നിട്ട് ചേഞ്ച് ചെയ്ത് ലക്ഷ്മണന്റെ നേരെയാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് കാമമാണ്, യഥാർത്ഥത്തിലുള്ള ഭക്തിയോ സ്നേഹമോ ഒന്നുമല്ല എന്ന്. ഈശ്വരനെയാണ് അപ്രോച്ച് ചെയ്തത്. പക്ഷെ അടുത്ത നിമിഷത്തിൽ രാമൻ ലക്ഷ്മണന്റെ അടുത്ത് പോകാൻ പറയുമ്പോൾ ശൂർപ്പണഖ ഓടി ലക്ഷ്മണന്റെ അടുത്ത് ചെയ്യും, ഇവനായാലും മതി എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒരു തമാശയ്ക്ക് ഇവർ രണ്ടുപേരും ശൂർപ്പണഖേനെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് പോലെ ആകും. പക്ഷെ അവസാനം ഇതിനെല്ലാം കാരണം, എന്നെ രാമൻ സ്വീകരിക്കാത്തതിന് കാരണം കൂടെ ഇരിക്കുന്ന ഈ മനുഷ്യ സ്ത്രീയാണ്, സീതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴാണോ ശൂർപ്പണഖ സീതയെ ഉപദ്രവിക്കാൻ ചെല്ലുന്നത്, അപ്പോൾ സീതയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശൂർപ്പണഖയുടെ കർണനാസികാഛേദം ചെയ്യുന്നു ലക്ഷ്മണൻ. പിന്നെ അതായിരുന്നു ഒരു തുടക്കം, കലുഷിതമായിട്ടുള്ള ദിവസങ്ങളുടെ തുടക്കം. 2 സ്ത്രീകളാണ് രാമായണത്തിൽ ഏറ്റവും കലുഷിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കമിടുന്നത്. ഒന്ന് അയോധ്യാകാന്ഡത്തിൽ മന്ധര, 2 ആരണ്യകാന്ഡത്തിൽ ശൂർപ്പണഖ. അപ്പോൾ ഈ കാവ്യത്തിന്റെ ഗതിയിൽ മാറ്റം വരുത്തുന്ന സന്ദർഭമാണ് വന്നത്. അടുത്തത് ജനസ്ഥാനത്തിന്റെ കൺട്രോളേഴ്സ് ആയിട്ട് അവിടെ ശൂർപ്പണഖയുടെ കസിൻസ് ഉണ്ട്. ആരാണ്? ഖരനും ദൂഷണനും. ശൂർപ്പണഖയെ ഓടിച്ചെന്ന്, ഈ മ്യൂട്ടിലേറ്റഡ് ആയിട്ടുള്ള ശൂർപ്പണഖ ഓടിച്ചെന്നിട്ട് ഖരനോടും ദൂഷണനോടും കാര്യങ്ങൾ പറയുമ്പോൾ ജനസ്ഥാനത്ത് കയറിയിട്ട് ഇവളെ ഉപദ്രവിക്കാൻ വേണ്ടി അതും രാവണന്റെ സഹോദരിയെ ഉപദ്രവിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത് എന്നൊന്ന് കാണാമെന്ന് വിചാരിച്ച് 14,000 രാക്ഷസന്മാരുടെ പടയോടുകൂടി ഖരനും ദൂഷണനും എന്ത് ചെയ്യുന്നു, രാമചന്ദ്രമൂർത്തിയെ വന്നിട്ട് ഉപദ്രവിക്കാൻ വരുന്നു. ഒറ്റയ്ക്ക് ലക്ഷ്മണനെയും സീതയെയും തൻ്റെ കൺമുന്നിൽ നിന്നും മാറ്റി ഒരു ഗുഹയിൽ സുരക്ഷിതമായിട്ട് വെച്ചിട്ട്, ലക്ഷ്മണൻ എന്തുകൊണ്ടാണ് തന്നെ കൂട്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ രാമചന്ദ്രമൂർത്തിക്ക് മറുപടിയില്ല. ഒറ്റയ്ക്കാണ് നേരിടാൻ പോകുന്നത്. ഈ 14,000 രാക്ഷസന്മാരെയും ഒറ്റയ്ക്ക് നേരിട്ട് നാമാവശേഷമാക്കി ഖരന്റെയും ദൂഷണന്റെയും അന്ത്യവും കുറിച്ചുകൊണ്ട് ഒരു ആ ഒരു പ്രകടനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാമചന്ദ്രമൂർത്തിയുടെ ഒരു ചെറിയ മധുര പ്രതികാരമായിരുന്നു. ആരോട്? സീതമ്മയോട്. സീതമ്മ അയോധ്യാകാന്ഡത്തിൽ തന്നെ കൂട്ടാതെ അരണ്യത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ രാമനോട് അവസാനം പല കാര്യങ്ങൾ പറഞ്ഞിട്ടും രാമൻ തന്നെ കൂട്ടാൻ വന്നിട്ട് ചെവി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. അത് കാരണം എന്ത് ചെയ്തു? സീതമ്മ വളരെ
മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങേക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ അങ്ങേനെ കൊണ്ടുപോകാത്തത്? അങ്ങനെയാണെങ്കിൽ അങ്ങ് സ്ത്രീവേഷം അല്ല പുരുഷവേഷം ധരിച്ച ഒരു സ്ത്രീയാണോ? ജനക മഹാരാജാവ് തൻ്റെ പുത്രിയെ ഒരു പുരുഷവേഷം ധരിച്ച സ്ത്രീക്കാണോ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കളഞ്ഞു. എങ്ങനെയെങ്കിലും രാമചന്ദ്രമൂർത്തിയുടെ കൂടെ വനത്തിൽ പോകണം എന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ് സീതാമാതാവിൻ്റെ മനസ്സ്. അപ്പോൾ അതിനു വേണ്ടി എത്ര കഠിനമായിട്ടുള്ള വാക്കാണ് ഉപയോഗിച്ചതെന്ന് അപ്പോൾ സീതാമാധവന് മനസ്സിലായില്ല. പക്ഷേ രാമചന്ദ്രമൂർത്തിയുടെ ഹൃദയത്തിൽ അത് വളരെയധികം ആഴത്തിൽ തറച്ചു. 13 വർഷം അവർ ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഒരു ചെറിയ അകൽച്ച അത് കാരണം രാമചന്ദ്രമൂർത്തിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ സീതാമാതാവ് അത് കാണുമ്പോൾ, അതായത് ലക്ഷ്മണൻ ഖരനും ദൂഷണനും അവസാനം മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ മാറ്റൊലി മാറുന്നതിന് മുമ്പ് ലക്ഷ്മണൻ ആ ഗുഹയുടെ വാതിൽ തുറന്നിട്ട് ലക്ഷ്മണൻ മുന്നിൽ നിന്ന് ലക്ഷ്മണൻ മാറിക്കഴിഞ്ഞു. ദാ പോകൂ മാതേ, അങ്ങയുടെ പതി ശ്രീരാമൻ ചെയ്തിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള കർത്തവ്യം കണ്ടുകൊള്ളൂ എന്ന് പറയുന്നു. ഓടി വന്നിരിക്കുന്ന സീത ഈ ദൃശ്യം കണ്ടിട്ട് യഥാർത്ഥത്തിൽ ദുർബല ഹൃദയായിട്ടുള്ള മാതാവിന്റെ സ്നേഹമുള്ള ഒരാൾ ഇങ്ങനെയുള്ളൊരു ഈ ഒരു യുദ്ധം എന്ന് പറയുന്ന ആ ഒരു കാര്യം കാണുമ്പോൾ വളരെയധികം എന്ത് ചെയ്യേണ്ടതാണ്, പേടിക്കുകയോ അല്ലെങ്കിൽ സഹതപിക്കുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ രാമചന്ദ്രമൂർത്തിയെ അങ്ങനെ അത്രയധികം ബലത്തിൽ വീര്യത്തിൽ കണ്ട സീതാമാതാവ് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ പോയി ഓടി ആലിംഗനം ചെയ്യും. എന്നിട്ട് പറയുന്നു, ജനക മഹാരാജാവ് അങ്ങേക്ക് ഒരു പുത്രിയെയല്ല അനേകായിരം പുത്രിമാരെ വിവാഹം കഴിച്ചു തന്നേനെ. ഇപ്പോൾ അങ്ങ് ഈ കൃത്യം അങ്ങ് അദ്ദേഹം കണ്ടിരുന്നെങ്കിലെന്ന്. ആ ഒരു സംഭാഷണം കൊണ്ട് അവരുടെ ഹൃദയത്തിലെ ആ ഒരു അകൽച്ചയും മാറി. അങ്ങനെ അവർ വീണ്ടും എന്ത് ചെയ്യുകയാണ്? മുന്നോട്ട് പോകുകയാണ്. പക്ഷേ അതവിടെ അവസാനിക്കുന്നില്ല. ശൂർപ്പണഖയുടെ കർണനാസിക ഛേദം ചെയ്തതിന്റെ അലയൊലി വരും എന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ മൂവരും വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഈ രാക്ഷസന്മാർ എന്തായാലും വെറുതെ ഇരിക്കുകയില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതേസമയം ശൂർപ്പണഖ ഇതിന്റെ ആഘാതം എന്ത് ചെയ്യുകയാണ്? ശൂർപ്പണഖയല്ല, അതിനു മുമ്പ് ഈ 14,000 രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. രാവണന്റെ ഒരു മാതുലൻ, അമ്മാവൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ പേര് അകമ്പനൻ എന്നാണ്. ഒരു സ്ത്രീ വേഷം ധരിച്ചത് കൊണ്ട് രാമചന്ദ്രമൂർത്തി അദ്ദേഹത്തെ വെറുതെ വിട്ടു. എന്നിട്ട് അകമ്പനൻ നേരെ ചെന്ന് ലങ്കയിലാണ് ചെല്ലുന്നത്. തനിക്ക് ഉണ്ടായ ആഘാതത്തെ പറ്റി കേട്ടതും രാവണൻ വന്നിട്ട് കോപം കൊണ്ട് കണ്ണു കാണാണ്ടായിട്ട് അപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പോവുകയാണ്? ആ മിയർ മോർട്ടൽസ്, ഈ നിസ്സാരന്മാരായിട്ടുള്ള മനുഷ്യര് എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? എത്ര ധൈര്യമാണ് അവർക്കുള്ളത്? എനിക്ക് ഇത്രയധികം നാശനഷ്ടങ്ങൾ വരുത്തുവാൻ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ജനസ്ഥാനത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ അകമ്പനൻ തടഞ്ഞു, കാലിൽ പിടിച്ച് വലിച്ച് തടഞ്ഞിട്ട് പറഞ്ഞു, ഇതല്ല രാമനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പണി, ഇതല്ല, ബുദ്ധിപരമായിട്ട് നേരിടാൻ എന്ന് വിചാരിച്ച് അകത്ത് കൊണ്ടുപോയി ചെവിയിൽ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ബുദ്ധി എന്ന് പറയുന്നത് വളരെയധികം രാവണന് സ്വന്തം ജീവൻ തന്നെ കളയേണ്ടി വന്നു അതിനു വേണ്ടിയിട്ട്. അതെന്താണ്? ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തിട്ട് അകമ്പനൻ പോയപ്പോഴും രാവണൻ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നാളെ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്, അതായത് ആ തന്ത്രം എന്ത് ചെയ്യാൻ പോവുകയാണ്? പ്രാവർത്തികമാക്കാൻ വേണ്ടി പോവുകയാണ് രാവണൻ. അപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ രാവണൻ എന്താണ് ചിന്തിക്കുന്നത്? രാവണൻ വന്നിട്ട് പേടി സ്വപ്നം കാണുന്നു. തൻ്റെ പൂർവ്വ കാലത്ത്, അതായത് രാവണൻ എങ്ങനെയാണോ ഇങ്ങനെ ആയത്, അതിൽ ആ കുബേരനും രാവണനും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം, യുദ്ധമല്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വന്തം സഹോദരനാണ്, അർദ്ധ സഹോദരൻ കുബേരൻ, ആ വിശ്രാവസിന്റെ പുത്രൻ, വളരെ മനോഹരമായിട്ടുള്ളൊരു പുഷ്പക വിമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതും തട്ടിയെടുത്തിട്ട് പോകുന്ന വഴിയിൽ രാവണന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളും സമ്പത്തും പവറും ഒക്കെ കൊണ്ടുള്ള അഹങ്കാരമാണ് രാവണന്. ലങ്കേശ്വരന്, പിന്നെ ബ്രഹ്മാവിന്റെ വരവും, ഇതെല്ലാം കൊണ്ടിട്ട് കണ്ണ് കാണാതെ രാവണൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം അവസാനം രാവണന്റെ തലയ്ക്ക് മേലെ തൂങ്ങുന്ന വാളുകളായിട്ട് എന്തായി മാറി? ഒരു 18 ശാപങ്ങളൊക്കെ വാരിക്കൂട്ടി. ആര്? രാവണൻ. ആ രാത്രി പലരെയും സ്വപ്നം കണ്ടു രാവണൻ. ഈ 18 ശാപങ്ങളിൽ പല ആൾക്കാരും ജീവിതത്തിൽ വന്നും പോയിരിക്കുന്ന പെൺകുട്ടികൾക്ക് കണക്കേയില്ല. ചിലര് ഇഷ്ടത്തോടെ വന്നത്, ചിലരെ രാവണൻ ബലം പ്രയോഗിച്ച് ജീവിതത്തിൽ കൊണ്ടുവന്നത്, അവരെല്ലാം രാവണന്റെ വന്നിട്ട് ശപിച്ചിട്ടാണ് പോകുന്നത്. എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒന്ന്
ബ്രാഹ്മണൻ, ഒരു ദ്വൈപായനൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണന്റെ സഹോദരി, ഋതുവർമ്മൻ എന്ന ഒരു മഹർഷിയുടെ പത്നി മദനമഞ്ജരി, പിന്നെ 10 ബ്രാഹ്മണ കന്യകൾ, അവരെയൊക്കെ സ്വന്തം മാതാവിന്റെ മുന്നിലിട്ടാണ് രാവണൻ ഉപദ്രവിച്ചത്. അവരൊക്കെ രാവണനെ ശപിക്കുകയാണ്. ഇതൊക്കെ നിനക്ക് തിരിച്ച് എന്ത് ചെയ്യേണ്ടി വരും, നിനക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരും, നിന്നെ കുരങ്ങന്മാർ വരെ നിന്നെ എന്ത് ചെയ്യും, നിന്നെ കളിയാക്കുന്നത്, കുരങ്ങന്മാർ കൊണ്ട് നിനക്ക് പിന്നെ ലജ്ജയുണ്ടാകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കി. പിന്നെ അവസാനം അഗ്നിയുടെ പത്നിയായ സ്വാഹയെ പോലും രാവണൻ വെറുതെ വിട്ടില്ല. ബൃഹസ്പതിയുടെ പുത്രി സുലേഖ, അത്രി മഹർഷിയുടെ പത്നി അനസൂയ, ഇവരെയൊക്കെയാണ് രാവണൻ പോയി ഉപദ്രവിക്കുന്നത്. ബ്രഹ്മദേവന്റെ പുത്രി പുഞ്ചികാദേവി, വീണ്ടും എത്ര പേരാണ് രാവണന്റെ കയ്യിൽ കൂടെ കടന്നു പോയിട്ടുള്ളത് എന്ന് ആർക്കും അറിയുകയില്ല. പിന്നെ ഒരിക്കലും മറക്കാനാകാത്ത 2 സ്ത്രീകളുണ്ട്. ഈ 2 സ്ത്രീകളുടെ ശാപത്തിന് ശേഷമാണ് രാവണൻ എന്ത് ചെയ്തത്, ബലം പ്രയോഗിച്ച് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് നിർത്തിയത്. ഒന്ന് രംഭ, അപ്സര സ്ത്രീയായിട്ടുള്ള രംഭ. രാവണന്റെ സഹോദരനാണ് ആര്, കുബേരൻ. കുബേരന്റെ മക്കളാണ് നളകുബേരനും മണിഗ്രീവനും. നളകുബേരന്റെ പ്രതിശ്രുത വധുവായിട്ടാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു അപ്സര സ്ത്രീയാണ് രംഭ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ രംഭ വന്നിട്ട് സ്വർഗത്തില് നളകുബേരനെ കാണാൻ വേണ്ടി പോകുമ്പോ, പ്രതിശ്രുത വധുവാണ്, ആ വഴിയിലാണ് രാവണൻ വന്നിട്ട് അവളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. രംഭ കാല് പിടിച്ച് കേണ് അപേക്ഷിച്ചു, അങ്ങ് എന്റെ പിതാവിന് തുല്യനാണ്, ഞാൻ അങ്ങയുടെ പുത്രവധുവിന് തുല്യാണ്, എന്നെ ഉപദ്രവിക്കരുത് എന്ന്. പക്ഷേ ചെവിക്കൊണ്ടില്ല. ഈ നിയമം ഒന്നും എനിക്ക്, ഈ ആസുരികമായിട്ടുള്ള എനിക്ക് ചേരുന്നതേ അല്ല എന്ന് പറഞ്ഞിട്ട് രാവണൻ ബലം പ്രയോഗിച്ച് രംഭയനെ എന്ത് ചെയ്തു, ഉപദ്രവിച്ചു. അതിനുശേഷം നളകുബേരൻ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, കാരണം അത്രയ്ക്ക് പവർഫുൾ ആണ്. ആ ദേവൻ എന്ത് ചെയ്തു, ശപിച്ചു. ഇനി ഒരിക്കൽ ഒരു സ്ത്രീയെ അവളുടെ ഇംഗിതത്തിന് തടസ്സമായിട്ട് കൈവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവണന്റെ തല പൊട്ടിച്ചിതറും എന്ന് പറയും. അങ്ങനെ ശപിച്ചതിന് ശേഷമാണ് വളരെ മാന്യനായിട്ടുള്ള വ്യക്തിയായിട്ട് എല്ലാവരുടെയും, അതായത് പിന്നെയും ഒരുപാട് സ്ത്രീകളെ കൊണ്ടുവന്നു, പക്ഷെ എന്നാലും അവരുടെ ഇംഗിതത്തിന്, അതായത് ഇച്ഛയ്ക്ക് മാത്രമേ രാവണൻ വന്നിട്ട് എന്ത് ചെയ്തുള്ളൂ, തന്റെ ഇച്ഛയ്ക്ക് വശംവദരാക്കി എടുത്തിട്ടേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരാളുണ്ട്, ഏറ്റവും അവസാനം വേദവതി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ കന്യക. ആ ബ്രാഹ്മണ കന്യക ഒരു ദിവസം രാവണൻ വനത്തിൽ കൂടി പോകുമ്പോൾ വളരെ മനോഹരിയായിട്ടുള്ള ഒരു യുവതി ശുഭ്രവസ്ത്രധാരിയായിട്ട് പത്മാസനത്തിൽ യോഗ പോസ്റ്ററിൽ ഇരുന്നിട്ട് ധ്യാനിക്കുന്നത് കണ്ടു. രാവണൻ ഓടി ചെന്ന് അവളുടെ കൈ പിടിച്ചു, എന്നിട്ട് പറഞ്ഞ്, എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എന്ന്, തപസ് ചെയ്യുന്നതെന്ന് വേദവതി പറഞ്ഞു. തൊട്ടതൊന്നും ഇഷ്ടപ്പെട്ടില്ല വേദവതിക്ക്. മഹാവിഷ്ണുവിന് വേണ്ടി പ്യുവറായിട്ട് വെച്ചിരുന്ന എൻ്റെ ഈ ശരീരത്തെ തൊട്ട് അശുദ്ധമാക്കിയത് കൊണ്ട് എൻ്റെ ഈ ശരീരം വേണ്ട. പക്ഷേ വിഷ്ണുവിനെ കുറിച്ച് അപവാദം ഒരുപാട് പറഞ്ഞു രാവണൻ, ഒരുപാട് ഭർസിക്കുകയൊക്കെ ചെയ്തു. സ്വന്തം ആരാധ്യ പുരുഷനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ വേദവതി ശപിച്ചു, അടുത്ത ജന്മം നിന്റെ മരണം എൻ്റെ മൂലമായിരിക്കും എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ട് വേദവതി എന്ത് ചെയ്തു, സ്വന്തം ശരീരം കത്തിച്ചാമ്പലാക്കി. ഈ 2 ആൾക്കാരുടെ ഓർമ്മ രാവണന് മറന്നിട്ടേയില്ല. എന്താണ്, വേദവതിയും രംഭയും. അങ്ങനെ വീണ്ടും അതിന് ഏറ്റവും അവസാനം ഇതുകൊണ്ടൊന്നും രാവണന് എന്ത് ചെയ്യുന്നില്ല, രാവണൻ നിർത്തുന്നില്ല. അവസാനം രാവണൻ എന്ത് ചെയ്യുന്നു, സ്വന്തം ആരാധ്യദേവനായിട്ടുള്ള പരമശിവനെ എന്ത് ചെയ്തു, പ്രസാദിപ്പിച്ചിട്ട് ചോദിച്ചത് സ്വന്തം പത്നി പാർവതിയെയാണ്. പരമശിവൻ അശുതോഷനാണ്. പാർവതി ദേവിയെ എടുത്തുകൊള്ളാൻ പറഞ്ഞു. കൊണ്ടുപോകുന്ന വഴിയിൽ ഭഗവാൻ വിഷ്ണു ഒരു ബ്രാഹ്മണനായിട്ട് വന്ന് പാർവതി ദേവിയെ സംരക്ഷിച്ചു. എന്നിട്ട് ഛലത്തില് എന്ത് ചെയ്തു, മണ്ടോദരി, ഹരിചന്ദനം കൊണ്ട് പാർവതിയെ പോലെ തന്നെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ സൃഷ്ടിച്ച് മണ്ടോദരി, മായാസുരന്റെ മകളാക്കി വളർത്തിയെടുത്തിട്ട് രാവണനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിച്ചു. മണ്ടോദരി രാവണന്റെ പത്നിയായിരുന്നുവെങ്കിലും പതിവ്രതയായിട്ടുള്ള സ്ത്രീരത്നമാണ്. മണ്ടോദരി രാവണന്റെ ഈ തരത്തിലുള്ള കളികളിലൊന്നും വന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, പങ്കാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ വളരെ പതിവ്രതയായിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാവണനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ ഇതെല്ലാം രാവണൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്താണ് രാവണൻ ചിന്തിക്കുന്നത്? രാവണൻ എന്നുള്ള വ്യക്തി ഉണ്ടായത് ആരുടെയും അനുഗ്രഹം കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ആരുടെയും ശാപങ്ങൾക്ക് രാവണനെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, രാവണനെ തളർത്താനൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി എന്ത് ചെയ്യാണ്, ആ പദ്ധതി എന്ത് ചെയ്യാൻ പോവുകയാണ്, പ്രാവർത്തികമാക്കാൻ പോവുകയാണ്.
പിറ്റേ ദിവസം ശൂർപ്പണഖയും വന്നു. ഈ മ്യൂട്ടിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കണ്ടപ്പോഴേ രാവണന് മനസ്സിലായി. രാവണൻ ചോദിച്ചു, ശൂർപ്പണഖ വന്നിട്ട് രാവണനെയാണ് കുറ്റം പറയുന്നത്, നീ എന്ത് തരത്തിലുള്ള ചേട്ടനാണ്, എന്ത് തരത്തിലുള്ള രാജാവാണ് നീ, നിന്റെ സ്ഥലത്ത് ജനസ്ഥാനത്ത് ഇത്രയധികം നാശനഷ്ടങ്ങളൊക്കെ വന്നിട്ടും നിന്റെ സഹോദരിയെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടും നിനക്ക് വെറും കയ്യും കൊട്ടി നീ ഇവിടെ ഇരുന്ന് മദ്യം സേവിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് തരത്തിലുള്ള രാജാവാണ് നീ എന്നൊക്കെ പറഞ്ഞു. ശൂർപ്പണഖയെ സമാധാനിപ്പിച്ചു. ഇതിന് വഴി ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു അർത്ഥത്തിൽ രാവണൻ ചിന്തിച്ചു, ശൂർപ്പണഖയ്ക്ക് ഇങ്ങനെ വന്നത് നന്നായി. അപ്പൊ ശൂർപ്പണഖ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ശൂർപ്പണഖ വന്നിട്ട് പറഞ്ഞു, അവിടെ ഞാൻ പോയത് അവിടെ സീത എന്ന് പറയുന്ന ഒരു സൗന്ദര്യധാമം, അവളെ നിന്റെ കിടക്കയ്ക്ക് അലങ്കാരമാക്കേണ്ടതാണ്. അതുപോലെ ഒരു സ്ത്രീയെ നീ ഇതുവരെ കണ്ടിട്ടേ ഉണ്ടാവുകയില്ല. അവളെ കണ്ടു കഴിഞ്ഞാൽ വേറെ ആർക്കും അവളെ കൊടുക്കാൻ തോന്നുകയില്ല. ഒരു വെറും മനുഷ്യനായ രാമനാണ് അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സൗന്ദര്യധാമം നിനക്ക് അവകാശപ്പെട്ടതാണ്, നിന്റെ കിടക്ക അലങ്കരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവളെ നിനക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് നോക്കൂ എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. ശൂർപ്പണഖ വളരെ ബുദ്ധിമതിയായിട്ടുള്ള ആളാണ്. എവിടെയാണ് രാവണനെ പിരിയേറ്റേണ്ടതെന്ന് അറിയാം. രാവണന്റെ നെർവ്സിലാണ് പിടിച്ചത്, ബലഹീനതയിലാണ് പിടിച്ചത്. എന്താണ്? സീത. സൗന്ദര്യധാമം എന്ന് കേട്ടപ്പോഴേക്കും രാവണൻ, അങ്ങനെ ഒരു സൗന്ദര്യധാമോ, ഈ പ്രപഞ്ചത്തിലേ ഇല്ലാത്ത സൗന്ദര്യധാമോ, എങ്കിൽ പിന്നെ ശൂർപ്പണഖയ്ക്ക് പറ്റിയത് നല്ലത് തന്നെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ സീതയെ കുറിച്ച് എങ്ങനെ അറിയും എന്ന് വിചാരിച്ച് രാവണൻ എന്ത് ചെയ്തു? പുറപ്പെട്ടു. നേരെ രാവിലെ വെളുക്കുന്നതിന് മുമ്പേ. രാവിലെ ഒന്നും എണീക്കുന്ന ഒരു സ്വഭാവമേ ഇല്ല. കാരണം അസുരന്മാര് പാതിരാത്രി വരെ നൈറ്റ് ലൈഫ് കഴിഞ്ഞിട്ട് എപ്പോഴാണ് എണീറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ രാവണൻ വന്നിട്ട് തേരാളിയെ വിളിച്ചപ്പോൾ തേരാളിക്ക് അത്ഭുതമായി. എന്താണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? എവിടേക്കാണ് ഈ പോകുന്നത്? എവിടേക്കാണ് പോയത്? ആ തേരാളിയം കൊണ്ട് നേരെ ഒരാളുടെ അടുത്തേക്കാണ് പോയത്. മാരീചൻ. നമ്മൾ കേട്ടു നേരത്തെ, താടകയുടെ പുത്രൻ. ഈ മാരീചൻ വന്നിട്ട് രാവണന്റെ ഒരു ബന്ധുവായിട്ട് വരും. മാരീചനും സുബാഹുവും വന്നിട്ട് രാവണന്റെ അണ്ടർ കെയറിലായിരുന്നു. സുബാഹുവിനെ 12 വർഷം മുന്നേ രാമചന്ദ്രമൂർത്തി തന്നെ സംഹരിച്ചു. ഇപ്പോ 12 വർഷത്തിന് ശേഷം മാരീചനെ അന്ന് വീണതാണ്. ഇവിടെ 800 മൈല് അകലേക്ക്, 100 യോജന അകലേക്ക് ആ രാമബാണമേറ്റ് വീണതാണ്. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടെ കണ്ടിട്ടുണ്ട്. രാമചന്ദ്രമൂർത്തിയും സീതാമാതാവും ലക്ഷ്മണനും കൂടെ വനവാസത്തിന് പോകുന്ന സമയത്ത് ഒരിക്കൽ എന്ത് ചെയ്തു? ഈ മാരീചനും ഇവരുടെ സുഹൃത്തുക്കളും കൂടെ ചേർന്ന് ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴും അമ്പിന്റെ ചൂടേറ്റു മാരീചൻ. അപ്പൊ മനസ്സിലായി താൻ ഇടപെടുന്ന വ്യക്തി എന്ന് പറയുന്നത് രാമനാണെന്ന്. പിന്നെ എന്ന് കേട്ടാൽ തന്നെ മാരീചന് പേടിയാണ്. മാരീചൻ ഒരു സ്ഥലത്ത് ഇതെല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് സുഖജീവിതം നയിക്കുകയാണ്. സന്യാസവേഷം കണ്ടപ്പോഴേ രാവണന് ചിരി വന്നു. രാക്ഷസൻ, അതും മാരീചൻ, അതായത് സ്വന്തം രാവണൻ എന്ന് പറയുന്ന രാജാവിന്റെ ലങ്കേശ്വരന്റെ മാതുലൻ, എന്നിട്ട് സന്യാസിയും. ഇത് എവിടെ കേട്ടുകേൾവിയുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് മാരീചനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. കാര്യമെല്ലാം പറഞ്ഞു. ഒരു സീത ഉണ്ട്, സീതയെ എന്ത് ചെയ്യണം? സ്വന്തമാക്കണം. സീത എന്ന് കേട്ടപ്പോഴേ മാരീചന് മനസ്സിലായി. രാവണൻ പറഞ്ഞില്ല, അതിന് മുന്നേ മനസ്സിലായി. നീ വെറുതെ നിന്നെ ആരാണ് ഈ തരത്തിൽ ഉപദേശിച്ചു വിട്ടിരിക്കുന്നത്? രാവണ, അവരെല്ലാം നിന്റെ ശത്രുക്കളാണ്. ഞാൻ പറയുന്നത് കേട്ടു, നീ വെറുതെ പോയി തലവെച്ച് കൊടുക്കരുത്. എന്താണ് സംഭവം? രാമൻ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനല്ല, ധർമ്മത്തിന്റെ പ്രതിരൂപമാണ്. അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് രാവണനാണെങ്കിൽ കാലിൽ നിന്ന് പെരുവിരിൽ നിന്ന് എരച്ചു കയറി വരികയാണ്. എന്താണ് ഈ ദേഷ്യം? കാരണം സ്വന്തം മുന്നില്, ലങ്കേശ്വരന്റെ മുന്നില് ആ ഒരു രാക്ഷസൻ ആരെ കുറിച്ച് പ്രശംസിക്കുന്നു? രാമനെ കുറിച്ച് പ്രശംസിക്കുന്നു. രാവണൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഉപദേശം കേൾക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സൗന്ദര്യധാമത്തിനെ എനിക്ക് സ്വന്തമാക്കണം. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ? സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കൂ, ഇല്ല എങ്കിൽ പട്ടിയെ പോലെ മരിക്കാൻ വേണ്ടി തയ്യാറായിക്കൊള്ളുന്നു. മാരീചൻ ചിന്തിച്ചു, എന്തായാലും മരിക്കാൻ പോകുന്നു. രാവണന്റെ കൈ കൊണ്ട് മരിക്കണോ, രാമന്റെ കൈകൊണ്ട് മരിച്ച് സദ്ഗതി പ്രാപിക്കണോ? മാരീചന് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഓക്കെ, എന്തായാലും അവസാനം മരിക്കും, പക്ഷെ അത് സദ്ഗതിക്കുള്ള മരണമായിക്കോട്ടെ എന്ന് വിചാരിച്ച് രാവണന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു സ്വർണമൃഗത്തിന്റെ വേഷം ധരിച്ചു. സ്വർണമൃഗത്തിനെ കണ്ടു. സീതാമാതാവേ, എത്ര സുന്ദരമായിട്ടുള്ള സൃഷ്ടി! ഈ ലോകത്തിൽ ഒന്നും ഇതുപോലെ സീതയുടെ ഹൃദയം കവർന്നിട്ടില്ല. പിടിക്കാൻ ചെല്ലുമ്പോൾ അകന്നു പോകുന്നു, വീണ്ടും ഇണങ്ങിയതുപോലെ തിരിച്ചു വരുന്നു. എന്നിട്ട് കണ്ടപ്പോൾ തന്നെ ലക്ഷ്മണൻ പറഞ്ഞു, ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള സാധാരണ മൃഗമൊന്നുമല്ല,
പദ്ധതിയുടെ ഫലമായിട്ട് ഏതോ ആസുര ശക്തികൾ നമ്മളിൽ തന്നെ എന്ത് ചെയ്യുകയാണ്, ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണ്, പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട്. സീതാമാതാവ് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം രാമനോട് പറയുന്നത്. ഇത്ര നാളായി, 13 വർഷമായി, ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. നമ്മൾ ഒരു വർഷത്തിനകം അയോധ്യയിലേക്ക് തിരിച്ചു പോകും. സാധാരണ ആൾക്കാര് വന്നിട്ട് വനത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും എന്തെങ്കിലും പ്രത്യേക വസ്തുക്കൾ ഇവിടെ കൊണ്ടുപോകും, തിരികെ കൊണ്ടുപോകും അതിന്റെ ഓർമ്മയ്ക്കായിട്ട്. എനിക്ക് ഈ മൃഗത്തിനെ വേണം, കാരണം എന്റെ ഹൃദയത്തെ അത് ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാമനും പറഞ്ഞു, ഓക്കെ, അതാണ് താല്പര്യമെങ്കിൽ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഇത് ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഇത് സാധാരണ മൃഗമല്ല, നോക്കൂ, അതിന്റെ ആകാരങ്ങൾ നോക്കൂ, അതിന്റെ കൂട്ടുകാർ അതിനോട് പെരുമാറുന്നത് നോക്കൂ, എല്ലാം പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. രാമചന്ദ്രമൂർത്തി പറഞ്ഞു, അഥവാ അതൊരു അസുരനാണെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അസുരനെ വധിക്കേണ്ടത് എന്റെ കടമയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യും. അഥവാ അത് ഒരു മൃഗമാണെങ്കിൽ സീതയ്ക്ക് വേണ്ടി അതിനെ കൊണ്ടുവരിക എന്ന് പറയുന്നതും എന്റെ കടമയാണ്. സീത ആവശ്യപ്പെട്ടത് കൊണ്ട് അതുകൊണ്ട് ഞാൻ അത് ചെയ്യും എന്ന് പറഞ്ഞു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ലക്ഷ്മണന് മനസ്സിലായി. പോകുന്നതിന് മുമ്പ് സീതാമാതാവിന്റെ കയ്യും പിടിച്ച് രാമചന്ദ്രമൂർത്തി പർണശാലയ്ക്ക് അകത്തേക്ക് പോയി. 5 മിനിറ്റിനകത്ത് തിരിച്ചു വന്നു. വളരെ ദൃഢനിശ്ചയത്തോടുകൂടി ആ മാനിന്റെ പിന്നാലെ ഓടി. എന്തിനാണ് കയ്യും പിടിച്ചു പോയത് എന്ന് അവിടെ നമ്മൾ വ്യക്തമാക്കുന്നില്ല. അതിന്റെ രഹസ്യം വന്നിട്ട് യുദ്ധകാണ്ഡത്തിന്റെ അവസാനമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോ അതിന്റെ പിന്നാലെ പറഞ്ഞു. പിന്തുടർന്നപ്പോഴാണ് മനസ്സിലായത് സീതയെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് ലക്ഷ്മണനോട് പറഞ്ഞു ഏൽപ്പിച്ചും പോയി. ലക്ഷ്മണൻ അവിടെ അമ്പിന്റെയും വില്ലിന്റെയും ഒക്കെ മൂർച്ച കൂട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാമചന്ദ്രമൂർത്തി ഇതിന്റെ പിന്നാലെ പോകുന്ന ഈ മൃഗം രാമചന്ദ്രമൂർത്തിയെ കൊണ്ട് ഒരുപാട് ദൂരെ പോയി. കണ്ണെത്താത്ത ദൂരത്ത് മലയും കാടും മേടും എല്ലാം ചാടിക്കടന്ന് രാമൻ പായുമ്പോഴാണ് മനസ്സിലാകുന്നത് പ്രത്യക്ഷനാകുന്നു, അപ്രത്യക്ഷനാകുന്നു, ഇങ്ങോട്ട് വരാൻ നോക്കുന്നു, അങ്ങോട്ട് വരാൻ നോക്കുന്നു, ഇടത്തു നിന്നും വലത്തു നിന്നും ഒക്കെ പ്രത്യക്ഷനാകുന്നു. ഇത് സാധാരണ മൃഗമല്ല എന്ന് രാമചന്ദ്രമൂർത്തിക്ക് മനസ്സിലായി. അവസാനം രാമചന്ദ്രമൂർത്തിയുടെ മുന്നിൽ വന്നിട്ട് ഉയർന്നു ചാടുന്ന സമയത്ത് രാമബാണമേറ്റ് രാമബാണം വന്നിട്ട് മാരീചന്റെ നെഞ്ചിൽ തറച്ചിട്ട് മാരീചൻ താഴെ വീഴുന്നു. പക്ഷെ ആ സമയത്തും മാരീചൻ എന്ത് ചെയ്യുന്നു? രാവണന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നു. ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് എന്ത് പറയുന്നു? രാമന്റെ ശബ്ദത്തിൽ ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് മാരീചൻ എന്ത് ചെയ്തു? മാരീചൻ രാമന്റെ മുന്നിൽ ചെന്ന് നിന്ന് രാമന്റെ ബാണമേറ്റ് മരിച്ചു. പക്ഷെ മാരീചൻ എന്ത് സംഭവിച്ചു? മാരീചൻ അവസാനം ആരുടെ സേവനം ചെയ്തു മരിച്ചു? രാവണന്റെ സേവനം ചെയ്തു മരിച്ചു. അതുകൊണ്ട് തന്നെ ഉദ്ദേശശുദ്ധി ശരിയല്ല എന്നുണ്ടെങ്കിൽ രാമചന്ദ്രമൂർത്തി എന്ത് ചെയ്യുകയില്ല, അതിനെ സേവനമായിട്ട് എടുക്കുകയില്ല. രാമചന്ദ്രമൂർത്തിക്ക് മനസ്സിലായി. പക്ഷേ തന്റെ ശബ്ദത്തിൽ അലറി വിളിച്ചതിന്റെ പ്രകമ്പനം അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് പേടിച്ച് അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ഈ നിലവിളി വന്നിട്ട് സീതയുടെ കാതിൽ എത്തിയപ്പോഴേക്കും അവിടെ നടന്ന സംഭവങ്ങൾ വളരെ വേദനാജനകമാണ്. സീത ഭഗവാനെ ഓർത്ത് അല്ലെങ്കിൽ രാമചന്ദ്രമൂർത്തിയുടെ സംരക്ഷണത്തിനെ ഓർത്ത് എന്ത് ചെയ്യുന്നു? സീതാമാതാവ് വളരെ വിഷമത്തോടു കൂടി ലക്ഷ്മണനോട് പറയുന്നു, നിന്റെ ജ്യേഷ്ഠൻ അവിടെ എന്ത് ചെയ്യുകയാണ്? സഹായത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. നീ ഇവിടെ ഒരു നിസ്സഹായനായിട്ടുള്ള ഒരു വ്യക്തിയെ സഹായിക്കാതെ ഈ തരത്തിൽ ഇവിടെ നിന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് വിചാരിക്കുമ്പോഴേക്ക് ലക്ഷ്മണൻ പറഞ്ഞു, എന്റെ ജ്യേഷ്ഠന്റെ ബലത്തിൽ എനിക്ക് കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര വിശ്വാസമുണ്ട്. അദ്ദേഹം സാധാരണ വ്യക്തിയല്ല, അതെനിക്കറിയാം. ഈ മൃഗം എന്ന് പറയുന്നത് ഒരു അസുരനാണെങ്കിൽ ഇത് ആ അസുരന്മാർ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ അസുരന്മാർ നമ്മളെ പരസ്പരം പോരടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരിക്കാം, അതുകൊണ്ട് അങ്ങ് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സീതാമാതാവ് വീണ്ടും ചെയ്തത് ഒരു വളരെ കഠിനമായിട്ടുള്ള പ്രവൃത്തിയാണ്. 13 വർഷം തന്നെ സ്നേഹിക്കുകയും തന്നെ സേവിക്കുകയും ചെയ്തിരിക്കുന്ന ആ അനുജനെ എന്തു പറഞ്ഞാലും ദാസനെ പോലെ അവരുടെ വസ്ത്രവും മറ്റു കാര്യങ്ങളും അവർക്ക് വേണ്ടി ഫലമൂലാദികളും ഒക്കെ ചെയ്ത് ഒരു മാതാവിനെ പോലെ പുത്രനെ പോലെ തന്നെ വന്നിട്ട് എന്ത് ചെയ്ത് സേവിച്ചിരിക്കുന്ന ആ അനുജനെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു. അവന്റെ ക്യാരക്ടറിനെ തന്നെ ചോദ്യം ചെയ്തു. സീതാമാതാവ് എന്തിനാണ് ചെയ്തത്? സീതാമാതാവിന്റെ ഭർത്താവിനോടുള്ള ആ സ്നേഹം കൊണ്ട് എന്തുകൊണ്ട് സീതാമാതാവിന് അപ്പോൾ അതിന്റെ കാഠിന്യം മനസ്സിലായില്ല. ലക്ഷ്മണൻ ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ഇത്ര നാളും ഇവരുടെ സേവകനായിട്ട് നടന്നത്? ഒരു വേള തിരിച്ച് അയോധ്യയിലേക്ക് പോകേണ്ടതാണ് എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ എന്നാലും ലക്ഷ്മണൻ വിചാരിച്ചു, ഇത്ര നാളും സീതാമാതാവ് തന്നെ വഴക്കു പറഞ്ഞില്ല, എങ്കിലും ഇപ്പോൾ പറഞ്ഞത് രാമചന്ദ്രമൂർത്തിയോടുള്ള സ്നേഹാധിക്യം കൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചു. എന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ അതൊരു മുറിവായിട്ട് മാറി.
അപ്പോൾ സീതാമാതാവ് അപ്പോൾ എങ്ങനെയെങ്കിലും ലക്ഷ്മണനെ അങ്ങോട്ട് പറഞ്ഞു വിടണം. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, മാതേ, ഇത് വന്നിട്ട് എന്തായാലും നിങ്ങൾക്ക് നല്ലതിനായി ഭവിക്കുകയില്ല. ഞാൻ അദ്ദേഹത്തെ എന്തായാലും പോകാം അങ്ങ് പറഞ്ഞതിനനുസരിച്ച് ഞാനും രാമനും കൂടി തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ അങ്ങ് ഇവിടെ കാണുകയില്ല. അങ്ങയെ അങ്ങയുടെ വിധിക്ക് വിട്ടുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ പോയി. അതിനുശേഷം സീത പശ്ചാത്തപിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. എന്ത് സംഭവിച്ചു കാണും രാമന് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരാൾ ഭവതി ഭിക്ഷാം ദേഹി എന്നും പറഞ്ഞു വരുന്നത്. ആരാണ്? ഭിക്ഷ യാചിച്ചു കൊണ്ടുവരുന്ന ഒരു സാധുവിന്റെ രൂപത്തിൽ കണ്ണിനെ കബളിപ്പിച്ചുകൊണ്ട് അവിടെ രാവണൻ വരുന്നത്. രാവണൻ വന്നിട്ട് ഭിക്ഷാം ദേഹിയായിട്ട് വരുമ്പോൾ സീതാമാതാവ് ആദിത്യ മര്യാദ പാലിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തോട് സംസാരിക്കുന്നു. എൻ്റെ ഭർത്താവും അനുജനും വരുന്നത് വരെ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ രാവണൻ വന്നിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നു. രാവണൻ അത്ഭുതം എന്ന വണ്ണം രാവണൻ വന്നിട്ട് ഭിക്ഷാം ദേഹിയായിട്ടുള്ള അയാൾ സംസാരിക്കുന്നത് ലങ്കേശ്വരനായ രാവണനെ കുറിച്ചാണ്. അപ്പോൾ സീത പറയുന്നു, ആധ്യാത്മിക ജ്ഞാനത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു യാത്രികൻ വന്നിട്ട് ഈ അസുരനായിട്ടുള്ള ലങ്കേശ്വരനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സീത ചോദിക്കുമ്പോൾ രാവണന്റെ ആ അഭിമാനം ഉണരുന്നു. അവസാനം രാമനെയും കുറ്റം പറഞ്ഞ് രാവണനെയും ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ സ്വയം രാവണൻ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. എന്നിട്ട് സീത വീണ്ടും രാമന്റെ ക്വാളിറ്റീസ് പറയുമ്പോൾ രാവണൻ തൻ്റെ ആ വേഷപ്രച്ഛന്നതയെല്ലാം മാറ്റിയിട്ട് ഐരാവതത്തിന്റെ കൊമ്പ് കൊണ്ടുണ്ടായ വടു, അതുകൊണ്ട് അലങ്കൃതമായിട്ടുള്ള ആ നെഞ്ചും പിന്നെ 10 തലകളും 20 കൈകളും പ്രദർശിപ്പിച്ചുകൊണ്ട് ആ രാവണൻ എന്ന് പറയുന്ന ആ അസുര രാജാവിന്റെ ആ വിശ്വരൂപം പ്രദർശിപ്പിക്കുന്നു. ഇത് കണ്ട് പരിഭ്രാന്തയായിട്ട് സീതയ്ക്ക് മനസ്സിലായി ഇതായിരുന്നു ലക്ഷ്മണൻ പറഞ്ഞത് ശരിയായിരുന്നു. പക്ഷെ സീതയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ലക്ഷ്മണനും രാമനും തിരിച്ചു വരുന്ന സമയം കണക്കാക്കിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? സീതാമാതാവിനെ രാവണൻ കടന്നു പിടിച്ചിട്ട് ആകാശയാനത്തിൽ ഏറ്റി കൊണ്ടുപോയി. സീതാപഹരണം. പക്ഷെ ആ സമയത്ത് സീതാമാതാവ് പോകുന്ന വഴിയിൽ എന്ത് ചെയ്യുകയാണ്? ചിന്തിക്കുകയാണ്. ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന വഴിയിൽ ചിന്തിക്കുകയാണ്, ലക്ഷ്മണനോട് ഞാൻ പെരുമാറിയത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ ദുഃഖത്തിന് എല്ലാം കാരണം ഇതായിരിക്കാം. ആ തെറ്റ് ഞാൻ ചെയ്തത് കൊണ്ടായിരിക്കാം. പോകുന്ന വഴിയിൽ സീതാമാതാവ് കരഞ്ഞ് ബുദ്ധി ഉപദേശിക്കാൻ ശ്രമിച്ചു. രാവണനോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നത് ധർമ്മമല്ല. എൻ്റെ ഭർത്താവ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു ചോരനെ പോലെ വന്ന് എന്നെ തട്ടിക്കൊണ്ടു പോകുന്നത് നീ എന്ത് രാവണനാണ്? നേരിട്ട് നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്യുന്നതാണ് നിനക്ക്. അങ്ങനെ ചെയ്താലല്ലേ എന്ത് ചെയ്യുകയുള്ളൂ, നീ ബലവാനാണെന്ന് മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധി ഉപദേശിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ രാവണൻ എന്താണ്, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല പ്രധാനം എന്ന് പറഞ്ഞു നിൽക്കുന്ന അസുരനാണ്. അതുകൊണ്ട് ഒന്നും ഏറ്റില്ല. പോകുന്ന വഴിയിൽ ഈ കാഴ്ച ജടായു കാണുന്നു. അവരെ കണ്ടതാണ് ജടായു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലേ. അപ്പോൾ ജടായു കാണുന്നു. ജടായുവിനോട് സീതാമാതാവ് പറഞ്ഞു, അങ്ങ് എന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങ് വയസ്സനാണ്. രാവണൻ എന്ന് പറയുന്നത് വളരെ യുവത്വത്തിന്റെ തിളയ്ക്കുന്ന യുവത്വത്തിൽ വന്നിട്ട് ബലവാനായി നിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങേക്ക് രാവണനോട് എതിർക്കാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജടായുവിനോട് പറഞ്ഞിട്ടും സ്വന്തം പുത്രിയെ തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടിട്ട് ഏത് പിതാവിനാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുക എന്ന് വിചാരിച്ചിട്ട് ജടായു യുദ്ധം ചെയ്തു. 45 മിനിറ്റ് നീളുന്ന യുദ്ധം. രാവണനും ജടായുവും തമ്മിലുള്ള യുദ്ധം വളരെയധികം വന്നിട്ട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി. രാവണന്റെ കുതിരയും തേരം സ്വർണരഥവും ഇതും എല്ലാം തകർത്ത് കളഞ്ഞു. പുഷ്പക വിമാനത്തിനെ രാവണൻ സ്മരിച്ചു പിന്നെ വരുത്തിയതാണ്. പക്ഷെ എന്നിട്ട് അതെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ രാവണൻ കൗശലത്തില് ജടായുവിനോട് എന്ത് ചെയ്യുന്നു, നിന്റെ വീക്ക്നെസ് എവിടെയാണെന്ന് പറയൂ, എൻ്റെ വീക്ക്നെസ് എവിടെയാണെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞു. കൗശലക്കാരനായിട്ടുള്ള രാവണനെ എന്ത് വിചാരിച്ചു? പാവം ജടായു വിശ്വസിച്ചു. എന്നിട്ട് എൻ്റെ വീക്ക്നെസ് എൻ്റെ ചിറകാണെന്ന് പറഞ്ഞു കൊടുത്തു. ചന്ദ്രഹാസം കൊണ്ട് ഒറ്റ വെട്ടിന് ആ ചിറകും അരിഞ്ഞ് ജടായുവിനെ താഴെയിട്ടു. പക്ഷെ ജടായു ചിന്തിച്ചു, പുനർവസു മുഹൂർത്തം എന്ന് പറയും, വിന്ധ്യ മുഹൂർത്തം എന്ന് പറയുന്ന മുഹൂർത്തത്തിലാണ് രാവണൻ വന്നിട്ട് സീതയെ ദക്ഷിണ ദിക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ആ മുഹൂർത്തത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ ഉടമസ്ഥന് അത് തിരിച്ചു കിട്ടുകയില്ല. പക്ഷേ അത് താമസിപ്പിച്ചു പുനർവസു മുഹൂർത്തമാക്കി. ആ യുദ്ധം ചെയ്ത സമയം അത്രയും വന്നിട്ട് പുനർവസു മുഹൂർത്തത്തിലേക്കുള്ള സമയമായിരുന്നു. ജടായു ചിന്തിച്ചു, രാമനെ വന്നിട്ട് പുനർവസു മുഹൂർത്തത്തിലാണ് തട്ടിക്കൊണ്ടു പോകുന്നത് സീതയെ എങ്കിൽ രാമന് തീർച്ചയായും സീതയെ തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ജടായു വന്നിട്ട് ഈ ഒരു കർത്തവ്യം ചെയ്യുന്നു. എന്നിട്ട് മരണപ്രായനായിട്ടും
രാമൻ വരുന്ന വഴി എന്ത് ചെയ്യും, ഈ വഴി സീതയെ തിരക്കി വരികയാണെങ്കിൽ ഈ ഒരു വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ് ആ ജീവനെയും പിടിച്ചു നിർത്തി. ഇവിടെ 2 രക്തസാക്ഷികളെ നമ്മൾ കണ്ടു. ഒന്ന് മാരീചനാണ്, രക്തസാക്ഷിയായി മാരീചൻ എന്ത് ചെയ്തു, രാവണന്റെ സേവനം ചെയ്ത് രാമന്റെ കൈകൊണ്ട് മരിച്ചു. ഇവിടെ ജടായു എന്ത് ചെയ്യുന്നു, രാമന്റെ സേവനം ചെയ്ത് രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നു. രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതാണോ രാമന്റെ കൈകൊണ്ട് മരിക്കുന്നതാണോ നല്ലത്? രാമന്റെ കൈകൊണ്ട് മരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ എങ്ങനെയാണ് ജടായു മരിച്ചത്? സേവനം ചെയ്തുകൊണ്ടാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ സദ്ഗതി ആർക്ക് കിട്ടിക്കാണും? നമുക്ക് എല്ലാവർക്കും അറിയാം. ജടായു എന്ന് പറയുന്ന ആക്ച്വലി പിന്നെ പോകുന്ന വഴിയിൽ സീതാമാതാവ് തന്റെ ആഭരണങ്ങളെയെല്ലാം ഒരു കിഴിയിലാക്കി താഴേക്ക് നോക്കുമ്പോൾ അത്ഭുത രൂപികളായിട്ടുള്ള ആ വാനരന്മാരെ സീതാമാതാവാണ് ആദ്യം കാണുന്നത്. രാമചന്ദ്രമൂർത്തി തിരക്കുന്നതിന് മുമ്പേ സീതാമാതാവ് കാണുന്നു. സുഗ്രീവനും ആ 4 കൂട്ടുകാരും ബാലിയെ പേടിച്ച് ഒളിച്ച് എവിടെ നിൽക്കുകയാണ്? ഋഷിമുഖ പർവ്വതത്തിന്റെ മേലെ, അതിലേക്കൂടെയാണ് പോകുന്നത്. അപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം സാരിയുടെ തുമ്പിൽ കെട്ടി, അത് കീറിയെടുത്തിട്ട് സാരിയുടെ തുമ്പിൽ കെട്ടി എന്ത് ചെയ്യുന്നു, നേരെ ആ വാനരന്മാരുടെ മധ്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ആ വന്ന് വീണ സീതാമാതാവിന്റെ ആഭരണങ്ങൾ സുഗ്രീവന്റെ ജീവിതത്തില് ഭാഗ്യമാണ് കൊണ്ടുവന്നത് എന്ന് പിന്നെ രാമചന്ദ്രമൂർത്തി ഹനുമാൻ വന്നിട്ട് സുഗ്രീവനോട് പറയും കുറച്ച് നാളുകൾക്ക് ശേഷം യുദ്ധകാണ്ഡത്തിന്റെ സമയത്ത്. അപ്പോൾ അങ്ങനെയും ഒരു കാര്യം സംഭവിച്ചു. അപ്പോൾ ഇവിടെ തിരിച്ചു വന്നപ്പോ ആ പർണശാലയും അതിലെ തകർന്നു കിടക്കുന്ന സ്ഥലങ്ങളും അതും ഇതും എല്ലാം കണ്ടു കഴിയുമ്പോഴേക്കും രാമചന്ദ്രമൂർത്തിക്ക് മനസ്സിലാകുന്നു സീതാമാതാവിനെ ആരോ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു, രാക്ഷസന്മാര് ഭക്ഷിച്ചോ എന്നൊക്കെ വിചാരിച്ച് അവർ തിരക്കി നടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ വളരെ വിഷണ്ണനായിട്ട് കരഞ്ഞ് പരമദിവ്യോത്തമ പുരുഷൻ, ധർമ്മിഷ്ഠനായിട്ടുള്ള മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള രാമൻ ഈ തരത്തില് കരഞ്ഞ് തന്റെ പത്നിയെ തിരക്കി നടക്കുന്നത് കാണുമ്പോൾ ഒരാൾക്ക് അത്ഭുതമാകുന്നു. മഹാദേവന്റെ ആരാധ്യ പുരുഷനാണ് രാമൻ എന്ന് പറയുന്നത്. അപ്പോ സതീദേവി ചിന്തിക്കുകയാണ്, ഇദ്ദേഹമാണോ ഈശ്വരൻ? എന്റെ മഹാദേവന്റെ ആരാധ്യ പുരുഷൻ ഇദ്ദേഹമാണോ? ഒരു സാധാരണ മനുഷ്യനെ പോലെ വിലപിച്ച് നടക്കുന്നു സ്വന്തം പത്നിയെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തില്. സതീദേവി പരീക്ഷിക്കാൻ മഹാദേവൻ പറഞ്ഞു ചെയ്യരുത്, അത് എന്താണ് അത് വളരെയധികം ഒഫൻസ് ആണ്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും സതീദേവി എന്ത് ചെയ്തു, ഈ പോകുന്ന വഴിയിൽ ശ്രീരാമചന്ദ്രന്റെ മുന്നിൽ വന്നിട്ട് പ്രത്യക്ഷപ്പെടുന്നു. എങ്ങനെ? സീതാമാതാവായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. തിരിച്ചറിയുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതുവരെ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ശ്രീരാമചന്ദ്രമൂർത്തി സതീ മാതാവ് സീതയുടെ രൂപത്തിലാണ് നിൽക്കുന്നത് എങ്കിലും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൈകൂപ്പിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ മാതേ, അങ്ങ് എന്താണ് ഇവിടെ തനിച്ച് ഈ വനത്തിൽ? അങ്ങയുടെ പ്രിയതമനായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ടവനായിട്ടുള്ള പരമശിവൻ എവിടെയാണെന്ന് ചോദിച്ചു. സതീമാതാവിന് അത് മതിയായിരുന്നു. ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഈശ്വരത്വം വാൽമീകി മഹർഷി വെളിവാക്കുന്നതേ ഇല്ല. ഈ ഒരു അവസരത്തിൽ മാത്രമാണ് നമ്മളത് കാണുന്നത്. വീണ്ടും അതിനുശേഷം ലങ്കയിലാണെങ്കിൽ ആ വേട്ടമൃഗത്തിനെയും കൊണ്ട് ലങ്കയിൽ ചെല്ലുകയാണ് രാവണൻ. അവിടെ ചെന്നിട്ട് എല്ലാം നാണം കെട്ട് ലങ്ക മുഴുവൻ വന്നിട്ട് നിന്റെ കാൽ കീഴിൽ സമർപ്പിക്കാം, ഇത് കാണാം അത് കാണാം എന്ന് പറഞ്ഞ് സീതാമാതാവിനെ അവിടെ എല്ലാം നിർബന്ധിച്ചു കൊണ്ട് നടന്ന് തന്റെ ഐശ്വര്യമെല്ലാം കാണിച്ചിട്ടും സീതാമാതാവിന്റെ ഹൃദയത്തിൽ ഒരു ചെറിയ അനക്കം പോലും സൃഷ്ടിക്കാൻ രാവണൻ തോറ്റുപോയി. സീതാമാതാവ് ഇത് കണ്ടിട്ട് വെറും ഒരു തുച്ഛമായിട്ടുള്ള ഒരു ഇതുപോലും ഒരു പുച്ഛമായിട്ടാണ് അത് കണ്ടത്. എന്നിട്ട് സീതാമാതാവ് ജാനകീനാഥൻ അതായത് രാമചന്ദ്രമൂർത്തിയുടെ പ്രഭാവത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞ് രാവണനെ ചൊടിപ്പിക്കുമ്പോൾ അവസാനം രാവണൻ വന്നിട്ട് ഇവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്, ശാരീരികമായിട്ട് പീഡിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്, സീതയെ തൊടാൻ പറ്റുകയില്ല രാവണന്. അത് രാവണൻ മഹാനായതുകൊണ്ടൊന്നുമല്ല. എന്തുകൊണ്ടാണ്? ആ രംഭയുടെ ശാപം കൊണ്ടാണ്. അത് തനിക്ക് കിട്ടും എന്നറിയാം, അതുകൊണ്ടാണ്. അപ്പോൾ സീതാമാതാവിനെ അശോകവാടികയിലേക്ക് അയക്കുന്നു. അവിടെ വീണ്ടും പേടിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു പുൽക്കൊടി പറിച്ചിട്ട് രാവണനും എനിക്കുമിടയില് സീതയ്ക്കുമിടയില് എന്ത് ചെയ്യുന്നു, ഒരു അതിർത്തി വരമ്പ് സൃഷ്ടിച്ചു സീത. ഇത് കടന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് രാവണൻ 1 വർഷം സമയം കൊടുക്കുന്നു. ഈ 12 മാസത്തിനകം ഇവളെ എനിക്ക് വശംവദയാക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് ത്രിജടയും വിഭീഷണന്റെ മകളായ ത്രിജടയും മറ്റ് രാക്ഷസിമാരെയൊക്കെ എന്ത് ചെയ്തു, ഏർപ്പാടാക്കിക്കൊണ്ട് അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, രാവണൻ തൽക്കാലം സമാധാനിക്കുന്നു. എങ്ങനെയെങ്കിലും സീതയെ എന്ത് ചെയ്യാം, തന്റെ വശംവദയാക്കാം എന്ന് വിചാരിച്ച്. അപ്പോഴേക്കും അവസാനം രാമചന്ദ്രമൂർത്തി, നമ്മൾ ആരണ്യകാണ്ഡത്തിന്റെ അവസാനം എത്തുമ്പോൾ രാമചന്ദ്രമൂർത്തി സീതാമാതാവിനെ തിരക്കിക്കൊണ്ട് പോവുകയാണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു യുദ്ധം ചെയ്തതിന്റെ പ്രതീതി, സ്വർണ്ണരഥവും അതും ഇതും കുതിരകളും ഒക്കെ ചെയ്യുന്നു. അവിടെ ഒരു വലിയ ഭീകര സത്വം.
രാമചന്ദ്രമൂർത്തി വിചാരിച്ചു ഇദ്ദേഹം വന്നിട്ട് സീതയെ ഭക്ഷിച്ചിട്ട് അനങ്ങാൻ പറ്റാതെ കിടക്കുകയാണ്. ദൂരെ നിന്നും അമ്പെയ്യാൻ വേണ്ടി ശ്രമിക്കവേ വീണ്ടും ചിന്ത, അങ്ങനെ അല്ലെങ്കിലോ, സീതയ്ക്ക് ഇങ്ങനെ ഒരു അപകട മരണം സംഭവിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്തായിരിക്കും കാരണമെന്ന് വിചാരിച്ചിട്ട് അമ്പും വില്ലുമൊക്കെ മാറ്റിവെച്ച് അടുത്ത് ചെല്ലുമ്പോൾ ആ പക്ഷി ജടായുവിനെ തിരിച്ചറിയുന്നു. നോക്കണം, ജടായു ആർക്ക് വേണ്ടിയിട്ടാണ്? ശ്രീരാമന് വേണ്ടിയിട്ട് സേവനം ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്? കാത്തിരിക്കുകയാണ്. എന്നിട്ട് സ്വയം ശ്രീരാമൻ തന്നെ അതിനെ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്? കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തൊരു അവസ്ഥയാണ് ജടായുവിന്റെ. അടുത്ത് ചെല്ലുമ്പോൾ ശ്രീരാമൻ മനസ്സിലാക്കുന്നു ഈ കാര്യങ്ങളെല്ലാം. ജടായു ശ്രീരാമനോട് പറയുന്നു. അപ്പോൾ ശ്രീരാമനെ വളരെയധികം സ്നേഹം ജടായുവിനെ ആലിംഗനം ചെയ്യുന്നു. ശ്രീരാമന്റെ കയ്യിൽ കിടന്ന ജടായു എന്ത് ചെയ്യുന്നു? ജീവൻ വെടിയുന്നു. അദ്ദേഹത്തിന് എന്ത് കിട്ടിക്കാണുമെന്ന് നമുക്കറിയാം. സ്വയം പുത്രന്റെ, ദശരഥ മഹാരാജാവ് കൊടുത്ത വാക്കാണ് ജടായുവിന്, സുഹൃത്താണ്. അപ്പൊ കൊടുത്ത വാക്കാണ്, എന്റെ പുത്രൻ നിന്റെയും പുത്രനായിരിക്കുമെന്ന്. അവസാനം ദശരഥ മഹാരാജാവിന് പോലും ഇല്ലാത്ത ഭാഗ്യമാണ് ആർക്കുണ്ടായത്? ജടായുവിനുണ്ടായത്. ആ ജടായുവിന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് അവർ വീണ്ടും എന്ത് ചെയ്യുന്നു? ദിശ അറിയാതെ നടക്കുന്ന സമയത്ത്, ഇപ്പൊ അറിയാം ദക്ഷിണ ദിക്കിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന വഴിയിൽ അവര് കബന്ധൻ എന്ന് പറയുന്ന ഒരു ഭീകര സത്വത്തിനെ കാണുന്നു. കബന്ധനും ഒരു കഥയുണ്ട്. വിശ്വാവസു എന്ന് പറയുന്ന ഗന്ധർവൻ, അത് ചില സാഹചര്യങ്ങൾക്ക് വശംവദനായി പോയി അഹങ്കാരം കൊണ്ട് എന്ത് ചെയ്യുന്നു? ശാപം കിട്ടി കബന്ധനായതാണ്. ആ ശരീരത്തിൽ നിന്നും കബന്ധനെ മുക്തനാക്കിയതിനു ശേഷം വിശ്വാവസു പറയുന്നു, അങ്ങേക്ക് ഇനി ഒരു വഴിയേയുള്ളൂ സീതാന്വേഷണത്തിന്. ഒന്ന്, അങ്ങയെപ്പോലെ ദുഃഖം അനുഭവിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സ്പീഷീസ്, ഒരു ജീവിവർഗത്തിലെ ഒരാളെ സുഹൃത്താക്കി കൂട്ടണം. അവരെ കൊണ്ട് മാത്രമേ അങ്ങേക്ക് സീതാന്വേഷണം നടക്കുകയുള്ളൂ. അവർ ഋഷിമുഖ പർവ്വതത്തിലാണ് വസിക്കുന്നത്. ഈ ഋഷിമുഖ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ പമ്പാ സരോവരം എന്നൊരു തീർത്ഥമുണ്ട്. ആ പമ്പാ സരോവരത്തിൽ മാതംഗ ഋഷിയുടെ, അതിന്റെ തീരത്ത് മാതംഗ ഋഷിയുടെ ആശ്രമത്തിൽ അങ്ങയെ കാത്ത് ഒരു സർപ്രൈസും കൂടിയുണ്ട്, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സർപ്രൈസും കൂടിയുണ്ട്. അവിടേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞ് കബന്ധൻ അവരെ എവിടേക്ക് അയച്ചു? ആ ഋഷ്യമുഖ പർവ്വതത്തിന്റെ താഴ്വാരത്ത് പമ്പാ സരോവരത്തിൽ മാതംഗ ഋഷിയുടെ ആശ്രമത്തിൽ. അവിടെ ചെല്ലുമ്പോൾ സർപ്രൈസ്, രാമചന്ദ്രമൂർത്തിക്ക് കിട്ടിയ സർപ്രൈസ് എന്താണ്? സ്വന്തം ഗുരു പറഞ്ഞു ഈശ്വരൻ വരും. എന്ന് വരും പറഞ്ഞില്ല. നീ ഇവിടെ കാത്തിരിക്കണം, രാമൻ ഈ വഴി വരും, അദ്ദേഹത്തെ സേവിക്കണം, എന്നിട്ട് എൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു കൊടുത്തതിന്റെ ആ ഒരൊറ്റ വാക്കിന്റെ ബലത്തില് എന്ത് ചെയ്യുകയാണ്? ശബരി അത്ര നാളും എല്ലാ ദിവസവും രാമചന്ദ്രമൂർത്തിക്ക് വേണ്ടി ഇന്ന് വരും എന്ന് പറഞ്ഞ് സേവനം ചെയ്ത് ഇരിക്കുകയാണ്. 13 വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷം രാമചന്ദ്രമൂർത്തി വന്നു സേവനം സ്വീകരിച്ചു. അപ്പൊ എന്ത് ചോദിക്കും? വൈകുണ്ഠത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ അയോധ്യയിലേക്ക് പോകണം, അല്ലെങ്കിൽ മുക്തി വേണം, ഇതൊക്കെയായിരിക്കും ചോദിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അല്ല, ശബരി പറഞ്ഞു, എൻ്റെ ഗുരുനാഥന്റെ സേവനത്തിന് വേണ്ടിയിട്ട് ഇനിയും എനിക്ക്, അദ്ദേഹം എവിടേക്കാണോ പോയിരിക്കുന്നത് അങ്ങോട്ടേക്ക് പോകണം എന്ന് പറയുന്നു. ശബരിയുടെ ഗുരു സ്നേഹം എന്ന് പറയുന്നത് വളരെ അധികം മനോഹരമായിട്ടുള്ള ഒരു പാഠമാണ് നമുക്ക് നൽകുന്നത്. അവിടെ ശബരി അവസാനം അവരോട് പറയുന്നു, ഒരു മാപ്പൊക്കെ വരച്ചു കൊടുക്കും, ഇതാണ് ഋഷ്യമുഖ പർവ്വതം. ഈ പർവ്വതത്തിൽ കയറുന്നത് അതിസാഹസികന്മാരായിട്ടുള്ള ഒരു പർവ്വതാരോഹകർക്ക് പോലും പറ്റുകയില്ല. രാമ, അങ്ങേക്ക് അവിടെ അങ്ങയെ പോലെ ദുഃഖം അനുഭവിക്കുന്ന ഒരാളുണ്ട്, സുഗ്രീവൻ എന്ന വാനരൻ. അദ്ദേഹത്തിന്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ സീതാന്വേഷണത്തിന് ഇനി എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞ് അവസാനം സുഗ്രീവനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് ആ പമ്പാ സരോവരത്തിന്റെ തീരത്ത് രാമലക്ഷ്മണന്മാരെ ചെല്ലുന്ന സ്ഥലത്ത് അരണ്യകാണ്ഡം അവസാനിക്കുന്നു. ആ വാനരന്മാരെ രാമചന്ദ്രമൂർത്തിക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? വാനരന്മാരിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട ഹൃദയത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു പരമഭക്തനുമുണ്ട്. അതാണ് അടുത്ത കാണ്ഡത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഈ ഒരു ആരണ്യകാണ്ഡം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ.